യു ഷുഡ് നോ ദ ബിഹേവിയർ ഓഫ് എ ടൈഗർ. തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചിരിക്കുക. എനിക്ക് തന്നെ അനുഭവമാണ്. ഞാൻ ടൈഗറിൻ്റെ വായിന്ന് ഇറങ്ങി വന്നു. ദാറ്റ്സ് എ മാനിറ്റർ, പ്യൂർ മാനിറ്റർ. ഇറ്റ് സ്റ്റോക്സ് യു. ഞാൻ പറയുന്നത് ഇത് ഒബ്സർവേഷൻസ് മാത്രമാണ്. ഇത് വെച്ചിട്ട് ആരും ചെയ്യരുത് ഞാൻ ഒരിക്കലും പറയില്ല. മങ്കീസിൽ റിപ്പോർട്ടഡാണ് ചില കേസുകളിൽ, സൂല് ചില കേസുകളിൽ എലഫന്റ് റിപ്പോർട്ടഡാണ്. സൈക്കോളജി അല്ല, നല്ല രീതിയിൽ തെറി കേട്ടിട്ടുണ്ട്, ഒരുപാട് ഭീഷണി വന്നിട്ടുണ്ട്, കൊല്ലുന്നു പറഞ്ഞിട്ടുണ്ട്. ഞണ്ടിനെ മാത്രം കഴിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു 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 പുലിയാണ്. ഞണ്ടിനെ മാത്രം. നിങ്ങൾ ഓടിക്കഴിഞ്ഞോ നിങ്ങളെ മരണം നിങ്ങൾ തന്നെ എഴുതി വെക്കാം. കാട് ചുരുങ്ങിയിട്ടില്ല, കേരളത്തിൽ കാട് ചുരുങ്ങിയിട്ടില്ല. പേടിയിൽ ഇപ്പം നിങ്ങളെ സ്മെല്ല് മാറുമായിരിക്കും. ദേ ജഡ്ജ് ഇറ്റ്. ബാംഗ്ലൂർ സിറ്റിയിൽ പുലിയുണ്ട്, പല സ്വിയേജസിലുണ്ട്, നിങ്ങൾ അറിയാത്ത പല സ്ഥലങ്ങളും. പുലി ഈസ് എ ഹൈലി അഡാപ്റ്റബിൾ സ്പീഷീസ്. ദർ ഇസ് നോ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് എലഫൻസ്. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ, ഓൺലി ടൈമിംഗ്. കടുവയുടെ ബിഹേവിയറൽ പാറ്റേണിലെ ചേഞ്ചസ്, ഈ നമ്മൾ ഈ ആനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം മറ്റേ പ്രേ ബേസ് ആയിട്ടാണോ? ഈ ഇൻജേർഡ് അനിമൽസ് മാത്രമാണോ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? കോൺഫ്ലിക്റ്റ് അല്ലേ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളിത് കോൺഫ്ലിക്റ്റ് ഞങ്ങൾ പ്രൊഫൈൽ ചെയ്തിട്ടുണ്ട്. 182ഓളം ടൈഗർ കോൺഫ്ലിക്റ്റ് ഞങ്ങൾ 2014 മുതൽ ടൈഗർ കോൺഫ്ലിക്റ്റ് ഞങ്ങൾ പ്രൊഫൈൽ ചെയ്തു. പ്രൊഫൈൽ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻസിഡൻ്റ് എടുത്ത് പരിശോധിച്ച് എന്താണ് അതിൻ്റെ ഡ്രൈവേഴ്സ്. ഇപ്പം ഡ്രൈവേഴ്സ് നമ്മൾ പറയാം, കോൺഫ്ലിക്റ്റ് ഡ്രൈവേഴ്സ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ 5 തരം കോൺഫ്ലിക്റ്റാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒന്നെന്ന് പറയാം ഫ്ലോട്ടർ എന്ന് പറയും. ടൈഗറിൻ്റെ മാത്രം കാര്യത്തിൽ ഫ്ലോട്ടർ. അപ്പോൾ ആദ്യം ആലോചിക്കുക, ടൈഗറിൻ്റെ ചെറിയ ബയോളജി അറിയാം. ഒരു ടൈഗർ ടെറിറ്റോറിയലാണ്, അതിന് കൃത്യമായിട്ടുള്ള ടെറിട്ടറി ഉണ്ടാവും. ഈ ടെറിട്ടറി തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രേ അവൈലബിലിറ്റി വെച്ചിട്ടാണ്, അതിൻ്റെ റിസോഴ്സ് വെച്ചിട്ടാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ, സൈബീരിയ പോലുള്ള സ്ഥലങ്ങളിൽ 1000 സ്ക്വയർ കിലോമീറ്ററുള്ള ടെറിട്ടറി ഉണ്ട്, കാരണം അവിടെ പ്രേ കുറവാണ്. വയനാട് വലിയ സ്ഥലത്ത് 2 സ്ക്വയർ കിലോമീറ്ററിൽ ടൈഗറിലെ ടെറിട്ടറി ഉണ്ട്, അവിടെ പ്രേ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രേ ബേസിൻ്റെ മുകളിലാണ് ടെറിട്ടറി, അവൻ്റെ റിസോഴ്സസിൻ്റെ മുകളിൽ. അത് അവൻ പ്രൊട്ടക്ട് ചെയ്യും, കാരണം അവൻ്റെ പ്രേ അവന് വേണം, അത് വേറെ ആൾ വന്നിട്ട് എടുക്കാം. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈറ്റ് ഉണ്ടാവും. ഇവിടെ എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ യൂറിൻ മൂത്രമൊഴിച്ച് അത് ഫെറമോൺസ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദിസ് മൈ ടെറിട്ടറി. ഇത് ആദ്യം മനസ്സിൽ വെക്കാം. അപ്പം ഒരു ഫസ്റ്റ് ഗ്രൂപ്പാണ് ഫ്ലോട്ടർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞ ഒരു ടൈഗർ, ഒരു കുഞ്ഞുണ്ടായി, ഒരു ടൈഗ്രസിന് ഒരു കുഞ്ഞുണ്ടായി, ഒരു 2 വയസ്സാകുമ്പോഴാണ് ഇതിനെ പുറത്ത് തള്ളുക, വീൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളിങ്ങനെ നടക്കും. അപ്പോൾ വയനാട് പോലുള്ള ഹൈ ഡെൻസിറ്റി ഉള്ള ഏരിയയിൽ എങ്ങനെ പോയാലും അടുത്ത ടൈഗറിൻ്റെ മുമ്പിൽ വരും, അടിക്കും, കഴിക്കും. കാനിബോളിസം ഉണ്ട്, ഹൈ കാനിബോളിസം ഉണ്ട്. ഓക്കെ, പലപ്പോഴും സ്കള്ള് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അടിക്കും. ഇവനിങ്ങനെ സ്നീക്ക് ചെയ്ത് പോയി നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ അബാൻഡൻഡ് എസ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ടാവും, അവിടെ വന്ന് കയറും. ഇവിടെ ചെറിയ സ്മോൾ പ്രേ ഉണ്ടാവും, അതിനൊക്കെ കഴിക്കും. ആ സമയത്ത് അവൻ്റെ വല്ല പശു ആടും ഉണ്ടാവും, അത് പിടിക്കും, കോൺഫ്ലിക്റ്റ് ആയി. അങ്ങനെയുള്ളതാണ്, ദാറ്റ്സ് കോൾഡ് ഫ്ലോട്ടർ. ഓക്കെ, രണ്ടാമത് പറഞ്ഞാൽ ഹാബിച്വൽ കോൺഫ്ലിക്റ്റ് ടൈഗർ. ഇതെന്ന് പറഞ്ഞാൽ ഇഞ്ചുറി പറ്റിയ ആനിമലാണ്. ഒരു ടൈഗറിൻ്റെ ലൈഫ് സ്പാൻ വൈൽഡിൽ മാക്സിമം ഒരു 13-14 വയസ്സേ വരുള്ളൂ. അപ്പോഴത്തേക്ക് പല്ല് പൊട്ടി. ഇത് ഇയാൾ വീക്കാവുന്ന കാണുമ്പോൾ അടുത്ത ആൾ ടെറിട്ടറി എൻക്രോച്ച് ചെയ്യും. ഇൻഫൈറ്റ് ഉണ്ടാവും, ഹ്യൂജ് ഇൻഫൈറ്റ് ഉണ്ടാവും. ഇൻഫൈറ്റ് ഫസ്റ്റ് പോകുന്ന തന്നെ കൈ പൊട്ടിക്കുക എന്നുള്ള, എപ്പോഴും ഈ ഹ്യൂമറസ് ബോട്ട് പൊട്ടും, അല്ലെങ്കിൽ ഡീപ്പ് വൂംസിനാവും. ചിലത് ഡെത്താവും, അവിടെ നിന്ന് തന്നെ ഡെത്ത്, ഇൻഫൈറ്റ് തന്നെ ഡെത്താവും. ഇത് ഇൻഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ടൈഗറിന് നിങ്ങൾ ആരെങ്കിലും ഇത് പറയുന്നത്, ഒരു ടൈഗറിന് 20 അറ്റംപ്റ്റ് കഴിഞ്ഞാൽ ഒരു ആനിമലിനെ കിട്ടുള്ളൂ എന്നാണ് പറയുക. 20 അറ്റംപ്റ്റ്സ് കഴിഞ്ഞാൽ ഒരു ആനിമൽ കിട്ടും. ഇത് ഇവന് പ്രേ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവില്ല. ഇയാൾക്ക് ഓടിക്കാൻ പറ്റില്ല, പ്രേ ഓടിക്കാൻ പറ്റില്ല. അതേ സമയത്ത് മറ്റവൻ്റെ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റാളിങ്ങനെ ട്രെയിൽ ചെയ്യും, റൈറ്റ്? അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഫീഡ് ചെയ്യാൻ പറ്റും. ഇയാൾ നേരെ ഫ്രിഞ്ചിലേക്ക് വരും. ഈ ഫ്രിഞ്ചിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് വീടുകളുണ്ടാവും, വീട്ടിൽ പശുവുണ്ട്. ഈ ആനിമലിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഇപ്പം ഞങ്ങളുടെ കാട്ടിനകത്ത് തന്നെ ഒരു 14,000 പശുക്കളുണ്ട്, ട്രൈബൽസിൻ്റെ. അവർ ചുമ്മാ വിട്ടിരിക്കുകയാണ്. അവർ ഒരാളുണ്ടാവും, ഒരു ഹേർഡ്മാൻ കൂടി ഉണ്ടാവും, ഒറ്റണത്തിന് പോലും പിടിക്കത്തില്ല. ഇത് പിടിക്കുന്നത് കംപ്ലീറ്റ് സ്റ്റോൾ ഫെഡ് കെട്ടിയിട്ട ആനിമൽസ്, പശുവിനെ അല്ലേ, പോത്തിന്. കാരണം മറ്റതിന് പിടിക്കാൻ പോലുള്ള കഴിവില്ല. ഇത് കെട്ടിയിട്ട പശു നേരെ കയറുന്നു, കൂട്ടി കയറുന്നു, അടിക്കുന്നു, കഴിക്കുന്നു, അപ്പുറത്തേക്ക് ആളെണീറ്റ് വരുന്നു, ഇയാൾ പോകുന്നു. ഓക്കെ, കൃത്യം ഇയാൾ ആ ഫ്രിഞ്ചിൽ വന്ന് നിൽക്കും, നൈറ്റ് വരും, അറ്റാക്ക് ചെയ്യും, തിരിച്ചു വരും.
ടിപ്പിക്കൽ ഏജ്ഡ്, പല്ല് പൊട്ടിയിട്ടുണ്ടാവും, കണ്ണുണ്ടാവില്ല ചിലപ്പം. ഓക്കെ, അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ. അപ്പം മിറ്റിഗേഷൻ വളരെ സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കാട്ടിൽ വിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം, ഇപ്പം ഞാൻ പറഞ്ഞ മറ്റേ കേസ് ഞാൻ പറഞ്ഞ 2014 പറഞ്ഞ കേസ്, ഇയാൾ വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഇയാൾ വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത കോൺഫ്ലിക്റ്റ് ഏരിയയിലേക്ക് ഇയാൾ വരും. കോൺഫ്ലിക്റ്റ് ഇതിന് ഇങ്ങനത്തെ ആനിമൽസ് ഇല്ലാണ്ട് ഇനി ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ആനിമൽസിനാണ് നമ്മൾ പിടിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ ഇതിൽ വെക്കുന്നത്. ഏത് നമ്മളുടെ കീപ്പിംഗ് സെൻറ്ററിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൊല്ലാൻ പറ്റില്ല. നാഷണൽ ആനിമൽ, യു കാൺ കിൽ ടൈഗർ. ആളുള്ളതിന് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക, കൊണ്ടുവരിക എന്നുള്ള. ഇത് ചിലപ്പം മനുഷ്യനായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ചാടിപ്പോവുക, മനുഷ്യനെ അറ്റാക്ക് ചെയ്യും അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി. ഇപ്പം ടൈഗർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സേഫ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്യും, ഡെത്ത് ഉണ്ടാവാം. അതെപ്പോഴും നിൽക്കുന്നത് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് അടുത്താണ്, അവിടെ നിൽക്കുള്ളൂ. കാട്ടിൽ നിൽക്കും, പോവും, ഹണ്ടിയും തിരിച്ചു വരും. ഇതിൽ 3 തന്നെ സ്ട്രേസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. സ്ട്രേസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തന്നെ ഡിസീസ്ഡ് ആണ് പലപ്പോഴും. ടൈഗേഴ്സ് തന്നെ ഒരുപാട് ഡിസീസ് ഉണ്ട്. ഒന്ന് ഫോർ എക്സാമ്പിൾ പാരഗോണിമസ് വെസ്റ്റ്മാനി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂക്ക് എന്ന് പറഞ്ഞാൽ പറന്ന വരാമെന്ന് പറഞ്ഞ സാധനം ലങ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ ലങ്സിൽ അതിങ്ങനെ വളർന്ന് വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിന് ഓടാൻ പറ്റില്ല, കാരണം ശ്വാസം കിട്ടില്ല. ലങ്സ് കപ്പാസിറ്റി ഒക്കെ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് പബ്ലിഷും ചെയ്തിട്ടുണ്ട്. ഒരു 15% 20% ഒക്കെ ലങ് കപ്പാസിറ്റി. അപ്പോൾ ഇയാൾക്ക് ഒന്നും ഹണ്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നും ഓടാൻ പോകുമ്പോഴേക്ക് നിൽക്കും. ഇതിങ്ങനെ സ്നീക്ക് ചെയ്തിട്ടാണ് പോവുക. പലപ്പോഴും ഈ ആനിമൽ നമ്മൾ ഡാറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കാലിൻ്റെ അടിയിൽ കൂടെ ഈ ആനിമൽ പോകും, നമ്മളറിയില്ല. സോ അങ്ങനത്തെ ആനിമൽസ് ഉണ്ട്. ദെൻ 4th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിറ്റസ് എന്ന് പറയും. മാനിറ്റസ് എന്ന് പറഞ്ഞാൽ സോളിഡ് മാനിറ്ററാണ്. അയാൾ മനുഷ്യനെ മാത്രമേ പിടിക്കുള്ളൂ. 4 കേസോളം നമുക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നത് മുത്തങ്ങ സൈഡിൽ നിന്ന് ഒരാളെ കൊന്നു, അത് കഴിഞ്ഞ് ലേഡിയെ കൊന്നു, പിന്നെ അത് കഴിഞ്ഞ് നേരെ തമിഴ്നാട്ടിലേക്ക് വന്ന് 2 ഹ്യൂമൻ കൊന്നു, അത് കഴിഞ്ഞ് ഗുഡല്ലൂർ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. ദെൻ പിന്നുള്ളത് വേറൊരു മാനിറ്റർ ഇതേപോലെ തന്നെ, അതിനെ ഷൂട്ട് ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഷൂട്ട് ചെയ്യാനല്ലാണ്ട് വേറെ നിവൃത്തിയില്ലായിരുന്നു. മനുഷ്യനെ ഹണ്ട്. പിന്നെ ഈ വർഷം നടന്ന ലേഡി രാധ എന്ന് പറഞ്ഞാൽ അവർ കൊന്നു. ക്ലീൻ മാനിറ്റർ എന്ന് പറഞ്ഞാൽ ഇവരെ കൊന്നു. അവരെ ബോഡി നമ്മൾ കണ്ടു, നമുക്ക് പഗ് പാർക്ക് കിട്ടി. ഞങ്ങളെ അപ്പോൾ തന്നെ ക്യാമറ ട്രാപ്പ് ബോഡി എടുത്തു, ക്യാമറ ട്രാപ്പ് വെച്ചു, തിരിച്ചു വന്നു അയാൾ ഈ ബോഡിയിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇമേജ് കിട്ടി. ഞങ്ങൾ പ്രൊഫൈൽ ചെയ്ത് നോക്കി, ഇപ്പോൾ എങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പോൾ ഞങ്ങൾ ഓണാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാർ പറഞ്ഞു ഇവിടെ വെച്ച് കണ്ടു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ആൾക്കാരുടെ ഒരു പാനിക് ഇതുണ്ടാവുമല്ലോ, ഒരു നാട്ടുപ്രദേശമാണ്, ആലോചിക്കണം. അതാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ലേഡി പറഞ്ഞു കടുവയുടെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോഴേ ഞങ്ങൾ ഓടിയെത്തി. ഇവിടുന്ന് വലിയ ദൂരമില്ല, ഒരു കിലോമീറ്റർ അത്രയേ ഉള്ളൂ. ഓടിയെത്തി അവിടെ വന്ന്. അപ്പോൾ ലേഡി ഒരു വിറച്ചിരിക്കുക. അവർ പറഞ്ഞു ഞാൻ കണ്ടു. ഞാനിങ്ങനെ തുണി ആയിടുമ്പോൾ അപ്പുറത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഒരു തുണ്ടിൻ്റെ മുകളിൽ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഏരിയ അവിടെ നോക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കുമ്പോൾ ക്ലീൻ പഗ് മാർക്കുണ്ട്, അയാൾ അവിടെ കിടന്നിട്ടുണ്ട്. അതിനോ സ്റ്റോക്കിംഗ്, ഇറ്റ്സ് കോൾഡ് സ്റ്റോക്കിംഗ് ബിഹേവിയർ എന്ന് പറയും. കൃത്യമായിട്ട് സ്റ്റോക്കിംഗ്. ഇത് മാനിറ്റസിൻ്റെ ഇതാണ്. പിറ്റേ ഞങ്ങൾ ഫുൾ ഓണിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പം ഞങ്ങൾ ടീം പോവാണ്. ഞങ്ങൾ 15 പേര്. ഞങ്ങൾ ആരോ ഫോർമേഷനിലാണ് പോവുക. ഫ്രണ്ട് ട്രാക്കർ, ഗൺമാൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു രാവിലെ 6:30 തുടങ്ങി. ഒരു 10:30 ആയപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. ഒരു പഴമൊക്കെ കഴിച്ചു, ചായ കഴിച്ചു. എണീറ്റു പുറകിലുള്ള ആളെ അടിച്ചു. ഇവൻ ഞങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇരിക്കുന്നതും ഞങ്ങൾ നിൽക്കുന്നതും പറ്റും. അപ്പോൾ ആ പുറകുള്ള കുട്ടി അവൻ ഷീൽഡ് വെച്ച് പിടിച്ചു. നല്ല ബോൾഡ് ആയതുകൊണ്ട് ഷീൽഡ് പൊട്ടിച്ചവന് കിട്ടി. പക്ഷേ ഒന്നും കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ദാറ്റ്സ് എ മാനിറ്റർ, പ്യുവർ മാനിറ്റർ. ഇറ്റ് സ്റ്റോക്സ് യു. സ്റ്റോക്ക് ചെയ്തിട്ട് നിങ്ങൾ ഹണ്ട് ചെയ്യാന്നുള്ളത്, ഹ്യൂമൻ ഹണ്ട് ചെയ്യാന്നുള്ളത് മാനിറ്ററിൻ്റെ ക്യാരക്ടർ. ഈ സെക്കൻഡ് കാറ്റഗറി ആണോ മാനിറ്റർ ആയിട്ട് മാറുന്നത്? ഹാബിച്വൽ ഒരിക്കലും മാനിറ്റർ ആവില്ല. ഹാബിച്വൽ ഒരിക്കലും മാനിറ്റർ ഹാസ് ഓൾവേസ് ബീൻ മാനിറ്റർ. അത് സ്റ്റോക്ക് ചെയ്യും, മനുഷ്യനെ സ്റ്റോക്ക് ചെയ്യും. മറ്റേന്ന് പറഞ്ഞാൽ മറ്റേ എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നടക്കുകയാണ്, ഒരു ടൈഗറിന് മുമ്പ് വന്ന് പെട്ടു. അപ്പോൾ സേഫ് സോൺ എന്ന് പറയും ഒരു സാധാരണയായിട്ട് കേട്ടോ. അപ്പോൾ ഒരു ടൈഗർ നിങ്ങൾ ദൂരെ നിന്ന് കണ്ടെങ്കിൽ ഓടി ഒന്ന് അറ്റാക്ക് ഒന്നും ചെയ്യത്തില്ല. വളരെ ഇതായിട്ടുള്ള ടൈഗർ സാധാരണ ചെയ്യുന്നത് നിങ്ങൾ 20-25 മീറ്റേഴ്സ് അപ്പുറത്താകുമ്പോൾ അത് റോർ ചെയ്യും എന്ന് പറയുന്നത്. സി മാൻ, ഐ എം ഹിയർ, ഡോണ്ട് ക്രോസ് മൈ ലിമിറ്റ്. ഇത് ചെയ്യും. അങ്ങനെ ഒരു പ്രേ അല്ല. ഏത് മനുഷ്യൻ അതിൻ്റെ ഒരു പ്രേ അല്ല. ബട്ട് അതിൻ്റെ ടെറിട്ടറിയിൽ അത് കിടക്കുന്നത് ഇഷ്ടപ്പെടും. നമ്മൾ കയറി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് ചാർജ്. ദാറ്റ്സ് എ ഡെഡ് ചാർജ്. യു വിൽ ബി ഡെഡ്, ക്ലീൻലി ഡെഡ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓടിക്കഴിഞ്ഞാൽ അതിനപ്പുറം നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ നിങ്ങളെ മരണം നിങ്ങൾ തന്നെ എഴുതി വെക്കാം. ഒരു ടൈഗറെ ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങൾ കയ്യും കാലും വിടർത്തി വലുതാവുക എന്നുള്ളതാണ്. ഒരുപാട് ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് യു മേക്കിംഗ് യുവർ സെൽഫ് ബിഗ് മീൻസ് അതിനെ ഫ്രൈറ്റൻ ചെയ്യാൻ ശ്രമിക്കും.
ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ആ കഥയൊക്കെ. ഗോഡ് മസ്റ്റ് ബി ക്രേസി പാർട്ട് 2. ഇല്ല. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. യു ഷുഡ് നോ ദ ബിഹേവിയർ ഓഫ് എ ടൈഗർ. തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചിരിക്കാറ്. എനിക്ക് തന്നെ അനുഭവമാണ്. ഞാൻ ടൈഗറിൻ്റെ വായിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. സോ വെരി ക്ലിയർ. ഐ വാസ് അറ്റാക്ഡ്, ഐ വാസ് അണ്ടർ ദ ടൈഗർ. സോ ആ അറ്റാക്ക് വന്ന് നിങ്ങൾ യു മേക്ക് യുവർ സെൽഫ് ബിഗ്. ഗോഡ് മസ്റ്റ് ബി ക്രേസി എന്നൊരു സിനിമയുണ്ട്, പാർട്ട് 2. കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഒരു പിഗ്മിക്കുട്ടിയുണ്ട് ഏള്. അതിനൊരു ഹൈനെ ഓടിക്കുന്നുണ്ട്. ഹൈനെ ഓടിക്കുമ്പോൾ ഇത് ഓടും. അപ്പോൾ ഹൈനെ പുറകെ വരും. പെട്ടെന്ന് ഒരു സ്റ്റിക്ക് എടുത്ത് തലയിൽ വെക്കും. അപ്പോൾ ഹൈനെ സ്റ്റക്കാവും. ഈ ബിഗ് ചെറിയൊരാളല്ല, ബിഗാണ്. അതിനെ സ്റ്റക്കാവും. അതിനെ സ്റ്റക്കായി അതിനെ കൺഫ്യൂസ്ഡ് ആയി അതിനെ തിരിച്ചു വന്ന് ഈ സ്റ്റിക്ക് പൊട്ടിപ്പോവും, വീണ്ടും അറ്റാക്ക് ചെയ്യും. സോ ദിസ് ഈസ് ദ സെയിം തിങ് വി യൂസ്. ഓക്കെ, തിരിഞ്ഞു കഴിഞ്ഞാൽ ആനിമൽ അടിക്കും. റൈറ്റ്. സോ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ അറ്റാക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ് ഇവിടെ, സുന്ദർബൻസ്. ഓക്കെ, അവിടെ ആൾക്കാർ പുറകിൽ മാസ്ക് വെക്കും. ഓക്കെ, ടൈഗർ പുറകിൽ സ്റ്റോക്ക് ചെയ്യുമ്പോൾ അത് ഹണ്ടേഴ്സാണ്, ഇത് മാനിറ്റേഴ്സാണ്. നോക്കുമ്പോൾ തിരിഞ്ഞ് നിൽക്കുകയാണ്. അത് അതിന് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ഈ സ്റ്റോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മീൻസ് ഈ എത്ര നേരമാണ് അത് മീൻസ് നമ്മളെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടാവും ആ ടൈഗേഴ്സ്? പറയാൻ പറ്റില്ല. അവന് സക്സസ് വരുന്നവരെ ക്ലിയർലി ഒറ്റയ്ക്ക് കിട്ടുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് അല്ലാത്ത എൻകൗണ്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്, അല്ലാത്ത ഹ്യൂമൻ ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ഇരിക്കുന്ന പൊസിഷനിലായിരിക്കും, ടോയ്ലറ്റിങ് അങ്ങനെ സമയത്ത്. അപ്പോൾ ഇവൻ കാണുന്നത് വേറെ ലെവലാണ്. അതൊന്നും മാനിറ്റേഴ്സ് ആയിരുന്നില്ല. ഓക്കെ, എനിക്കൊന്നൊരു ആക്സിഡൻ്റൽ മോഡിൽ വന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആക്സിഡൻറ്റ് മോഡിൽ വന്ന് ഒരാൾ പെപ്പർ വർക്ക് ചെയ്യായിരുന്നു, കുരുമുളക് ഏണി വെച്ചിട്ട് കുരുമുളക് പിടിച്ചു. പക്ഷെ ഞങ്ങൾ ആ ടൈഗർ ഞങ്ങൾക്ക് കിട്ടി, പ്രൊഫൈൽ ചെയ്യാൻ പറ്റി. അത് ഞങ്ങൾ അവിടെ റെസിഡൻറ്റ് ടൈഗറാണ്. പിന്നെ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. അല്ല, ഇത് പക്ഷേ ഇത് എങ്ങനെ മാനിറ്റേഴ്സ് ആവുന്നത്? ബിക്കോസ് ഹ്യൂമൻസ് അവിടെ നാച്ചുറൽ പ്രേ അല്ല. ഡോണ്ട് നോ വാട്ട് ദ ട്രിഗറിങ് ദാറ്റ് ബിഹേവിയർ, വി ഡോണ്ട് നോ. ബട്ട് മാനിറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്. ദേ സ്റ്റോക്ക് യു. അവിടെയാണ് എൻ്റെ ഡിഫറൻറ്റ്. മറ്റൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്സിഡൻറ്റ് എൻകൗണ്ടർ, നിങ്ങൾ യു ആർ റണ്ണിങ് ഇൻ ടു എ ടൈഗർ ആൻഡ് ബീങ് അറ്റാക്ഡ്. rather than this situation, it stalk you and kill you. Is it like people say that if you taste human meat, then that becomes I don't know. അങ്ങനെയാണെങ്കിൽ മറ്റേ രണ്ട് കേസൊക്കെ എപ്പോഴേ മാനിറ്റർ ആവാം. ഇപ്പോൾ പ്രേ ബേസ് ഉണ്ടെങ്കിലും മാനിറ്റർ ആകും. ഇൻസ്പയർഡ് ഓഫ് ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു പ്രേ ബേസ് ഉള്ള എനിക്ക് അതിൻ്റെ പ്രീ ഹിസ്റ്ററി നമുക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിന് മുമ്പ് മാനിറ്റർ ആവുന്നതിന് മുമ്പുള്ള പ്രൊസീജിയർ എങ്ങനെയായിരുന്നു എന്നുള്ള ഹിസ്റ്ററി നമ്മൾ കയ്യില്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത്രയും ചോദ്യം വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ ഒരു തവണ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയതുകൊണ്ട് മാനിറ്റർ ആകുന്നു. ഇഞ്ചേർഡ് ആകുന്നത് ഒരിക്കലും ഹാബിറ്റുവേറ്റഡ് കോൺഫ്ലിക്റ്റ് ആണല്ലോ ആവുന്നത്. കാറ്റൽ ലിഫ്റ്റിംഗ് ഓക്കെ, അതൊന്നും ഒരിക്കലും മാനിറ്റ് ചെയ്തിട്ടില്ല. ഈവൻ അറ്റാക്ക് ചെയ്തിട്ടില്ല. മനുഷ്യർ അതിൻ്റെ ഫ്രണ്ട് കൂടെ നടന്നു പോയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം വേർഷൻ ഉണ്ട്. പട്ടിയെ മാത്രം പിടിക്കുന്ന ഒരു കടുവയുണ്ട്. എൻ്റെ ഞങ്ങളെ ഇതിലുണ്ട്. കോഴിയെ മാത്രം പിടിക്കുന്നത്, കോഴി ഫാം കയറി കോഴിയെ മാത്രം. നമുക്ക് ഈവൻ പശുവിനെ കൊല്ലാൻ പോലും അതിന് പറ്റില്ല, പല്ലില്ല. അതൊക്കെ ജീവിക്കട്ടെ. കോഴിയെ മാത്രം ചിക്കൻ ഫാം കയറി കടുവയെ പിടിച്ചിട്ട് കിടപ്പുണ്ട്, പല്ലില്ല, 4 പല്ലുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ അമ്മ വിളിക്കുക ഒരു കംപ്ലീറ്റ് ക്ലീൻ. ഇപ്പം മാനിറ്റേഴ്സ് കൂടുതൽ ലൈക്ക് പണ്ട് മറ്റേ ബുക്ക് വരെ എഴുതിയിട്ടുണ്ട്, കോർബറ്റിന്റെ ബുക്ക്, യൂസ് ഹാവ് ദറ്റ് മാനിറ്റേഴ്സ് ഓഫ് കുമാവ് എന്നൊക്കെ. നൗ ഇസ് ഇറ്റ് ഇപ്പം ഇവിടെ കൂടുതലാണോ കുറവാണോ? ബിക്കോസ് അക്കോർഡിംഗ് ടു വാട്ട് എവർ ദി സിറ്റുവേഷൻ ഇസ്, ഇക്കോളജിക്കൽ സിറ്റുവേഷൻ ഇസ്, മാനിറ്റേഴ്സ് ഷുഡ് ബി മോർ. എക്കോളജിക്കൽ സിറ്റുവേഷനിൽ മാനിറ്റേഴ്സ് കൂടുതൽ അല്ല, ഇൻ ദ സെൻസ് കോൺഫ്ലിക്റ്റ് കൂടുതലാണ്. കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ട് എക്കോളജിക്കൽ കൺസെപ്റ്റ് കാട് ചുരുങ്ങിയിട്ടില്ല. കേരളത്തിൽ കാട് ചുരുങ്ങിയിട്ടില്ല. യു ലുക്ക് അറ്റ് ഡാറ്റ. ഓ, കാടുകൾക്ക് പലതും സംഭവിക്കുന്നുണ്ട്. ഇൻവേസീവ് പ്ലാന്റ്സ് വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ദാറ്റ് ഇസ് ട്രൂ. പക്ഷെ കാടിൻ്റെ വിസ്തൃതി കുറഞ്ഞിട്ടില്ല. എത്ര വർഷമായിട്ട് കുറഞ്ഞിട്ടില്ല. Despite all the encroachments? Despite of all encroachments, you see the data yourself. Don't trust my word. See the data yourself. ഫോറസ്റ്റ് കവർ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ട്രീ കവറേ കുറയാതെ ഉള്ളൂ, ഫോറസ്റ്റ് കവർ കുറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് കവർ ഏരിയ വൈസ് കുറഞ്ഞിട്ടില്ല. പുതിയൊരു ഏരിയ നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. ഈ സ്റ്റോക്കിംഗ് ബിഹേവിയർ ഒക്കെ ഉള്ളപ്പോൾ ടൈഗർ എത്രമാത്രം ഇന്റലിജന്റ് ആണ്. ടൈഗറിന്റെ ലെവലിൽ ടൈഗർ ഇന്റലിജന്റ് ആണ്. ഇതൊരു പ്രശ്നം. പ്ലാൻ ഇങ്ങനെ ഇന്ന ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടോ? യെസ് ഓഫ് കോഴ്സ്. ഞാൻ പറഞ്ഞ ഈ സേഫ്സ് ഇതിന്റെ സ്നീക്കേഴ്സ്, കാരണം ആനിമലിന് അറിയാം അത് എത്രയും വീക്കാണ് ആനിമൽ. അതിൻ്റെ ലങ് കപ്പാസിറ്റി ഇല്ല.
ഇതിന് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും, വേണമെങ്കിൽ കഴുത്ത് ഞെരിച്ച് വേണം നിങ്ങൾക്ക് കൊല്ലാം എന്നുള്ള അതിന് പേടിയുണ്ടാവും, സ്നീക്ക് ചെയ്യത്തേ ഉള്ളൂ. അല്ല, ഇവിടെയാണ് നമ്മൾ പ്രശ്നം. സി, ഇൻ്റലിജൻറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മളുടെ പാരാമീറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, IQ കടുവയ്ക്ക് ബാധകമല്ല. കടുവയുടെ IQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിഡേറ്ററിനെ കണ്ടെത്തുന്നതിനും അതിൻ്റെ സ്ട്രാറ്റജി, ഹണ്ടിങ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതിനും അതിൻ്റെ ഡിഫെൻസ് ഇത് ചെയ്യുന്നതിനുമാണ് കടുവയുടെ IQ. നമ്മുടെ IQ അതല്ല. ഓക്കെ, സോ അതിൻ്റെ ലെവലിൽ ഇത് മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ, നാച്ചുറലി സെലക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അവൻ്റെ ജേം പ്ലാസം കൂടുതൽ പോവും, ഈ സക്സസ്ഫുൾ ബ്രീഡർ ആയിരിക്കും. ഓക്കെ, അല്ലാതൊരു കാര്യം, ഫോർ എക്സാമ്പിൾ എനിക്കൊരു 4ഓളം കേസ് ഹെർമാഫ്രോഡൈറ്റ്സ് കിട്ടിയിട്ടുണ്ട് കടുവയിൽ. എല്ലാം അറ്റാക്കായിരുന്നു, എല്ലാം ഹെർമാഫ്രോഡൈറ്റ് തന്നെ മനസ്സിലായോ. രണ്ട് സെക്സ് ഓർഗനും ഉണ്ടാവും. ഒരു റുഡിമെൻ്ററി ആയിട്ടുള്ള വജീന ഉണ്ടാവും, ഒരു റുഡിമെൻ്ററി ആയിട്ടുള്ള ടെസ്റ്റിക്കിൾ ഉണ്ടാവും, ഒരു റുഡിമെൻ്ററി ആയിട്ടുള്ള വളരെ ഫൈനായിട്ടുള്ള 2 ഓവറി ഉണ്ടാവും. ഓക്കെ, അതൊരു ഡിഫക്റ്റായിട്ട് വരുന്നതാണോ? ഇറ്റ്സ് എ ജനറ്റിക് ഡിഫക്റ്റ്. ഹെർമാഫ്രോഡൈറ്റ് ബോത്ത് ഹ്യൂമൻസിലും ഉണ്ടല്ലോ ആ സംഭവം. എല്ലാം ഇൻഫൈറ്റിലാണ്. പോസ്റ്റ്മോർട്ടം കിട്ടുമ്പോഴാണ് ഞാൻ നോക്കുക. സെക്സ് ആകുന്ന നോക്കുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും, നോക്കുമ്പോൾ രണ്ടും ഉണ്ടാവും. ഡിഫറൻസ് ഉണ്ടോ മെയിൽ ആൻഡ് ഫീമെയിൽ ബിഹേവിയറിൽ, ഹണ്ടിങ് ഇതിൽ ബിഹേവിയർ ഡിഫറൻസ്? ഹണ്ടിങ്ങിൽ വലുതായിട്ടില്ല, ടെറിറ്റോറിയലാണ്. ബോഡി സൈസിൽ ചിലപ്പം വ്യത്യാസം വരും. ചിലപ്പോൾ ഈ മെയിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ചില ടൈഗറിന്, ഈ ഇങ്ങനെ കുഞ്ചിരം അത് കുറച്ച് കൂടുതലായിരിക്കും ചില ടൈഗേഴ്സിന്. പക്ഷേ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ബോഡി സൈസിൽ കൃത്യമായിട്ട്, ബിഹേവിയറിൽ വളരെ കൃത്യമായിട്ടുള്ള അഗ്രസീവ്നെസ്സിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബ്രീഡിങ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഈ ഹോം റേഞ്ച് അങ്ങ് ബ്രേക്ക് ചെയ്യുക ചെയ്യുക. അങ്ങനെ ആദ്യം ഇണയെ തേടി പോവാണ്. അപ്പം ഇയാളുടെ ഈ ഹോം റേഞ്ച് പെട്ടെന്നങ്ങ് എക്സ്പാൻഡ് ചെയ്യും, കൂട്ടും, കൂടുതൽ ചാൻസ് ഓഫ് മെയ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അടി കൂട്ടും. ഒരു മെയിൽ ടൈഗേഴ്സ് ഇങ്ങനെ ഉണ്ട്, പെട്ടെന്ന് ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർഫേസ് കൂടി വരികയല്ലേ ചെയ്യുക. അതുകൊണ്ട് ബ്രീഡിങ് സീസൺ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫൈറ്റും ഇഞ്ചുറീസും വരുന്നത്. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ബ്രീഡിങ് വരും, ഇൻഫൈറ്റ് ഉണ്ടാവുകയും പുറത്തേക്ക് വരികയും ചെയ്യും. ഡോക്ടർ, ഈ ആനിമൽസിൻ്റെ ഇടയിൽ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ടോ, അതോ എല്ലാവരും ഹെറ്ററോസെക്ഷൽ ആണോ? മങ്കീസിൽ റിപ്പോർട്ടഡാണ് ചില കേസുകളിൽ, സൂവിൽ ചില കേസുകളിൽ എലഫൻറ്റ് റിപ്പോർട്ടാണ്. ഓക്കെ, ആസ് എ റൂൾ ഓഫ് തമ്പ് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഫേവേർഡ്. പക്ഷേ ചില സൂ ആനിമൽസിൽ വൈൽഡിൽ വളരെ കുറവായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ സൂ ബിഹേവിയറിൽ, സൂ സെറ്റിങ്സിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മങ്കീസിലൊക്കെ എസ്പെഷ്യലി കുറച്ചുകൂടെ ഹ്യൂമൻ ബ്രെയിൻ ഉള്ള ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ ബുദ്ധിയെ പറ്റി സംസാരിച്ചു. ഇപ്പൊ ആനയുടെ ബുദ്ധിയെ പറ്റി ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ആനയുടെ ഓർമ്മശക്തിയെ പറ്റി. ഇതൊക്കെ കഥകൾ മാത്രമാണോ, അതോ ശരിക്കും ആനയ്ക്ക് ഭയങ്കര ഓർമ്മശക്തിയൊക്കെ ഉണ്ടോ? ആനയ്ക്ക് ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ സ്മെല്ല് വഴി ചിലർക്ക് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനത് ബിക്കോസ് തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൂട്ടം ആയിട്ട് ജീവിക്കാന്ന് വെച്ചോ, ഒരു 30 ആന കൂട്ടമായിട്ട് ജീവിക്കും. ഇവരെങ്ങനെ അന്യോന്യം തിരിച്ചറിയും? തിരിച്ചറിയണമല്ലോ. ഇയാൾ എൻ്റെ ആൻറ്റിയാണ്, ഇയാൾ എൻ്റെ കസിനാണ്, ഇയാൾ എൻ്റെ നീസാണ്, ഞങ്ങളൊരു കൂട്ടമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? ഇപ്പം പഴയ നമ്മൾ സോപ്പ് പെട്ടിയുടെ കഥ പറഞ്ഞ പോലെ എന്നതിന് ശേഷം കണ്ടുമുട്ടിയാലും ദേ ആർ ടു ഡിഫറെൻറ്റ്. സ്മെൽ പറ്റും, ഫെറമോൺസ് പറ്റും, കാഴ്ചയിൽ പറ്റും, രൂപത്തിൽ പറ്റും, എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് പറ്റും, ശബ്ദത്തിൽ പറ്റും, ബിഹേവിയറിൽ പറ്റും. ഇങ്ങനെ ചില ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് കൂട്ടമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഇല്ലേ 1 ഫൈൻ ഡേ രാവിലെ എണീറ്റ് അമ്നേഷ്യ വായിച്ചാൽ അയ്യോ ഇയാൾ ആരാന്ന് ആലോചിക്കും. നോ, ദേ ഹാവ് ദ സെൻസ് ഓഫ് റിയലൈസിങ് ഈച്ച് തിരിച്ചറിയുന്നത്. അതിന്റെ ഒരു സെക്കൻഡ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന യാന പക എന്ന് പറയുന്നത്. അതെനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അനുഭവമല്ല. ഞാൻ 2 എക്സ്പീരിയൻസ് പറയും. പിന്നെ 2, നമ്മൾ കാട്ടിൽ പലപ്പോഴും എസ്പെഷ്യലി ബന്ദിപ്പൂർ പോലെ സ്ഥലങ്ങൾ അവർ കാർക്കസ് അതുപോലെ ഇടും. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നൊരു ബോൺസ് ഉണ്ടാവും. ഒരു ഹേർഡ് പൂവാണെങ്കിൽ അത് എസ്പെഷ്യലി നല്ല ഗ്രാസ് ലാൻഡ്സിലൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു ഹേർഡ് പൂവാണെങ്കിൽ ഈ ഇപ്പോൾ ഒരു കുട്ടികളുണ്ടാവും, ഇങ്ങനെ പോയി ഈ ബോൺസിൻ്റെ അടുത്ത്, ഈ എല്ലിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് അവർ പെട്ടെന്ന് എല്ലാം സൈലൻ്റ് ആവും. ഈവൻ കാഫ് പോലും എല്ലാം വളരെ സൈലൻ്റ് ആയി നിന്ന് ഈ ബോൺ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഈ വൊമറോനേസിൽ ഓർഗനിൽ ടച്ച് ചെയ്യും. ഓക്കെ, ഒരു പെയിങ് ഹോമേജ് പോലുള്ളൊരു കുറച്ച് നേരമല്ലേ, പിന്നെ അങ്ങ് പോകും.
നമുക്ക് കൃത്യമായിട്ട് അറിയാം ദേ ആർ ട്രൈ ടു കണക്ട് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ഈ ബോൺസ് ഈ എല്ലുമായിട്ട് അത് സം കണക്ഷൻസ് കാണായിരിക്കും. ഗ്രാൻഡ് ഫാദറോ ആയിരിക്കും. Can they identify? അതുകൊണ്ടാണല്ലോ അതാണ് ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ചെയ്തൊന്നും എനിക്ക് അറിയത്തില്ല, ബട്ട് ദേ ഗീവ് സം അറ്റൻഷൻ. ദർ ഇസ് ചേഞ്ച് ഇൻ ബിഹേവിയർ വെൻ ദേ സീ ദ ബോൺസ്. ഓക്കെ, എനിക്കൊരു വ്യക്തിപരമായ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറേ കാലം മുമ്പാണ് സുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 മാസം പ്രായമുള്ള ഒരു ആനക്കുട്ടി ഫ്ലഡിൽ ഒഴിച്ചു വന്നു. ഒരു നിവൃത്തിയില്ല. നമ്മളിങ്ങനെ പാലൊക്കെ കൊടുത്ത് വളർത്തിയെടുത്ത് ഭീകരമായ അല്ല 6 months ഭീകരമായിട്ടൊക്കെ വയ്യെത്തിയില്ല. ന്യൂമോണിക്കായി അങ്ങനെ ആൻറ്റിബയോട്ടിക്കിൻ്റെ മുകളിലൊക്കെ അങ്ങനെ താങ്ങി നിർത്തുകയാണ്. അപ്പോൾ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നു. ഓരോ ഇഞ്ചക്ഷൻസിനും പെയിനാണ്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനൊരു 4 മാസത്തോളം ഇത് കഴിഞ്ഞ് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ഞങ്ങളെ ഭയങ്കര പെറ്റായി. പക്ഷെ എന്നെ എപ്പം കണ്ടു കഴിഞ്ഞാലും ഒറ്റ ഇരിപ്പിരിക്കും. കാരണം എന്താ പറയുക, ഞാൻ കുത്തിവെക്കെ വരുന്ന ആളാണ്. ഒറ്റ ഇരിപ്പിരിക്കുന്ന സംഭവം. ഇങ്ങനെ എനിക്ക് ബാക്ക് തരത്തില്ല. തിരിഞ്ഞ് എൻ്റെ മോൻ നോക്കി മാത്രമേ നടന്നു. ഭയങ്കര സ്നേഹമാണ്. അത് കഴിഞ്ഞ ശേഷം അതിനെ കോട്ടൂര് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ഞാൻ പിന്നെ എനിക്ക് കാണുന്ന ഒരു 4-5 വർഷത്തിന് ശേഷം 4-5 വർഷം ഞാൻ പേര് വിളിച്ചടുത്തിരുന്നപ്പോൾ ഒറ്റയിരിപ്പ് ആള്. വർഷം കഴിഞ്ഞായിട്ടും അത് ഓർത്തിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അത് ചെയ്തത്. അത് ഇയാളെല്ലാം പഴയ കുത്തിയ ആളാണ്. ഇയാൾ വീണ്ടും ഒന്ന് കുത്താൻ വരികയാണെന്ന് തന്നെ ഒറ്റയിരിപ്പ്. എനിക്കൊരു അനുഭവമുണ്ട്. പക്ഷെ അത് ഇങ്ങനെ മാത്രം കണക്ട് ചെയ്യുന്നു. പക എനിക്ക് അറിഞ്ഞുകൂടാ. പക ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സാധനം. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ല, ഇതിപ്പോൾ ലെജൻസ് എപ്പോഴും ഉണ്ടാവുമല്ലോ. ഒരു വലിയൊരു ജീവി, അതിനും ആൾക്കാർ എപ്പോഴും അട്രാക്റ്റഡ് ആവുന്നു. അപ്പം നാച്ചുറലി ലെജൻസ് വിൽ ഫോം. ലെജൻസ് ആയിരിക്കാം. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഈ 2-3 സാധനങ്ങൾ കണക്ട് ചെയ്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സത്യം തന്നെയാണ് ആനയുടെ ഓർമ്മ. ഞാൻ പറഞ്ഞ ഓർമ്മകൾ ഉണ്ടാവണല്ലോ, എന്നാലല്ലേ കണക്ട് ചെയ്യപ്പെടും. പാപ്പാനും പാപ്പാൻ എങ്ങനെയാണ് അവൻ്റെ ആനയെ തിരിച്ചറിയുന്നത്? സോ ദർ ഷുഡ് ബി. ഈ ഓർമ്മ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ക്യൂവിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരു സാധനമാണല്ലോ ഈ ഓർമ്മ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് റെക്കഗ്നൈസ്. ഞാൻ എൻ്റെ മദറിനെ റെക്കഗ്നൈസ്, എൻ്റെ മകളെ റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ ദർ ആർ സം ക്യൂസ്. അത് വിഷ്വൽ ആവാം, എൻ്റെ മെമ്മറി ആവാം, സ്മെല്ലാവാം, എന്തോ ആവാം. ഓക്കെ, സോ ലൈക്ക് വൈസ് മറ്റുമായിരിക്കും. അങ്ങനെയാണ് അവർ ബോണ്ടഡ് ആയിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ നാച്ചുറലി ഒരു തിരിച്ചറിവ് ഉണ്ടാവും. ഈ അനിൽ ചോദിച്ച ആന പകയുടെ കഥ നമ്മൾ പലരും കേട്ടിട്ടുള്ള കഥയായിരിക്കും. ചെറുതിലെ എറിഞ്ഞൊരു കല്ല് ആന വർഷങ്ങളോളം വായിൽ സൂക്ഷിച്ചു. അല്ല, ഞാനതിനെ 2 രീതിയിലാണ്. അങ്ങനെ ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഇതുണ്ടാവുന്നു. അങ്ങനെ എപ്പോഴും ആ കല്ലും കൊണ്ട് നടന്നത് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എലഫൻ്റ് പോലുള്ള ഒരു കരിസ്മാറ്റിക് സ്പീഷീസ് നമ്മൾ ലെജൻസ് കോമൺ ആണ്. ഓക്കെ, നമ്മൾ മഹാരാജാമാർക്ക് പറയുന്നില്ല ഒരു വിരൽ കൊണ്ട് ഒരാളെ കൊന്നു. ലെജൻസ്. സോ നാച്ചുറലി ഒരു കരിസ്മാറ്റിക് സ്പീഷീസ് വരുമ്പോൾ there will be a lot of legends. ഈ ചൂണ്ടുവർമ്മം ഒരു യാഥാർത്ഥ്യമാണോ? അങ്ങനെ സംഭവിക്കാൻ എനിക്ക് അറിയില്ല. അത് ആക്ച്വലി ഞാനൊരു ശ്രീലങ്കയിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ചൂണ്ടുവർമ്മം കാണിച്ച ഒരാൾ പോയി ആന അപ്പം തട്ടി എല്ലാവരും ഫാമിലിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട്. ചൂണ്ടുവർമ്മം കാണിക്കാൻ പോയതാണ്. കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അയാൾ പോയി ചൂണ്ടുവർമ്മം കാണിച്ചു, ആന ചാർജ് ചെയ്തു. അതെനിക്കൊന്ന് വീഡിയോയിലുണ്ടെന്ന്, യൂട്യൂബിലുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. സോ വൺ ഓഫ് മൈ കൊളീഗ് ആക്ച്വലി ശ്രീലങ്ക ടോൾഡ്. അതേപോലെ പറയുന്നതാണ് ഈ ആനയുടെ മുന്നിൽ പെട്ടെന്ന് നമ്മൾ സിക്സാഗ് ഓടണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ പലരും പറയും ആനയ്ക്ക് അതറിയില്ല, ഈ തിയറി ഒന്നും ആനയ്ക്ക് അറിയാതെ. സിക്സാഗ് ഓടുന്ന മെയിനായിട്ട് പറഞ്ഞാൽ ഈ ഇതുള്ളതുകൊണ്ടാണ്. ഏത് മറ്റേ ബൈനോക്കുലർ വിഷൻസ് ഉള്ള. അപ്പോൾ ഒന്ന് നോക്കുന്നു കൺഫ്യൂസ്ഡ് ആവുന്നു, ഒന്ന് നോക്കുന്നു കൺഫ്യൂസ്ഡ് ആവുന്നു. സോ ആനിമലിൽ പറ്റാത്ത രീതിയിലുള്ള സിക്സാഗ്. ഏറ്റവും പ്രധാനമായിട്ട് 2 തരം ചാർജ് ഉണ്ട് എലഫൻസിൽ. ഇറ്റ്സ് കോൾഡ് റിയൽ ചാർജ് ആൻഡ് മോക്ക് ചാർജ്. ഞങ്ങൾ തിരിച്ചപ്പോൾ നല്ല മോക്ക് ചാർജ് ഒക്കെ വരികയാണ്. നമ്മൾ അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞ് കൈ നോക്കി നിന്ന് കഴിഞ്ഞാൽ അനിമൽ നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ഓക്കെ, യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ്. ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇത് പറയുന്നത് ഡോണ്ട് ഡു ഫുളിഷ്നെസ് എന്ന് പറഞ്ഞാൽ കൃത്യമായി തുമ്പി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കും അകത്തേക്ക്. എന്നിട്ട് ചെവി ശരിക്കും വെച്ചിട്ട് ടെയിൽ ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ ഒറ്റ ഓടിക്കലാണ് ഓടിക്കുക. അപ്പോൾ വന്ന് കരഞ്ഞു വിളിച്ച് ബോളം വെച്ചിട്ടാണ് വരിക. തുമ്പി ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിരിക്കുക നമുക്ക്. അപ്പോൾ നമുക്കറിയാം മോക്ക് ചാർജാണ്. നമ്മൾ അനങ്ങൂല. നമ്മൾ വേറെ 5 മീറ്റർ അപ്പുറത്ത് നിന്ന് സ്ക്രീച്ചിട്ട പോലെ ബ്രേക്ക് ചെയ്ത് കരഞ്ഞുകൊണ്ട് തിരിച്ചു. റിയൽ ചാർജ് എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ത്രട്ടിൻ്റെ റിയൽ ത്രട്ടിൻ്റെ മുകളിലെ ചാർജ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ശരിക്കും തുമ്പി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു നീട്ടും. ഹി വാണ്ട് ടു ഗ്രാബ് യു. മറ്റത് ഹിറ്റ് എന്നുള്ള ഒരു ലെവലാണ് വരിക. ഹിറ്റ് എന്ന് പറഞ്ഞാൽ അത്ര എഫക്റ്റീവ് അല്ല. മറ്റത് ഹി വാണ്ട് ടു ഗ്രാബ് യു ആൻഡ് ഹി വാണ്ട് ടു കിൽ യു. അത് നമുക്കറിയാം. റിയൽ ചാർജ് വന്നു കഴിഞ്ഞാൽ ഹി വിൽ ഡെമോളിഷ്. റിയൽ ചാർജിൽ തുമ്പി നീട്ടുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇത് ഒബ്സർവേഷൻസ് മാത്രമാണ്. ഇത് വെച്ചിട്ട് ആരും ചെയ്യരുത് ഞാൻ ഒരിക്കലും പറയില്ല. സോ എൻ്റെ മുകളിൽ ക്ലെയിം ചെയ്യുകയും ചെയ്യരുത്. ദീസ് ആർ സം ഓഫ് ദ ഒബ്സർവേഷൻസ്. ദർ ആർ വേരിയേഷൻസ് ആസ് വെൽ. Sir, about
ഈ എലിഫൻസിനെ പറ്റി പറയും, ദേ ആർ എസെൻഷ്യലി വൈൽഡ് ആനിമൽസ്, അതുകൊണ്ട് അവരെ ടൈം ചെയ്യാൻ പാടില്ല. ഈ അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ കേരളത്തിൽ ആനക്കമ്പം ഒരുപാടുണ്ട്. ആനിമൽസ് ആർ ടൈംഡ് ആൻഡ് ദെൻ പരേഡഡ് ഫോർ ടെമ്പിൾ ഫെസ്റ്റിവൽസ് ആൻഡ് ഓൾ. അപ്പോൾ അങ്ങനെ ടൈം ചെയ്യപ്പെടാനുള്ളൊരു ആനിമൽ അല്ല എലിഫൻസ്. ദേ ആർ എസെൻഷ്യലി ആനിമൽസ് ഇൻ ദ വൈൽഡ്. ദേ ഷുഡ് ബി ഇൻ ദ വൈൽഡ്. അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ? ഡോഗ്സ് എവിടെ ഉണ്ടായത്? tamed and brought from the വൈൽഡ്. wolf, right? cattle, again. chicken, ഗാലസ് സൊണറാറ്റി എന്ന് പറഞ്ഞാൽ കാട്ടുകോഴി എന്നാണ് ചിക്കൻ. സോ ഷാൽ വി ഗോ? ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. ഡൊമസ്റ്റിക്കേറ്റ്, അതാണ് സംഭവം. ഡൊമസ്റ്റിക്കേഷൻ എന്ന പ്രോസസ്സ്. ഓക്കെ, ഇത് ഒരു ക്ലാസിക് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഇയാളുടെ PhD സ്റ്റുഡൻ്റ് ആണ്, സൈബീരിയയിൽ ആണ് ചെയ്യുന്നത്. ഇയാളുടെ വർക്കാണ്. അതിനൊരു വൈൽഡ്, അതിന് ഏറ്റവും മനുഷ്യന് അവോയ്ഡ് ചെയ്യുന്നൊരു സ്പീഷീസാണ് വൈറ്റ് ഫോക്സ് ആണ് എൻ്റെ ഓർമ്മ. വൈറ്റ് ഫോക്സ് ആണോ ഫോർ എക്സാക്ട് സ്പീഷീസ്. എനിവേ, ഇതിനെ അവർ പിടിക്കുന്നു, എന്നിട്ട് ഒരു കൂടിലാക്കുന്നു, ഇതിനെ ഫീഡ് ചെയ്യുന്നു ഓരോന്നോരോന്നായിട്ട്. ഫീഡ് ചെയ്തിട്ട് ചിലത് കൈ വെക്കുമ്പോഴേക്ക് അറ്റാക്ക് ചെയ്യും. ഓക്കെ, ആസ് ടൈം ഗോസ് ഓൺ ചിലത് വളരെ സബ്മിസീവായിട്ട് നിൽക്കും, അത് ഫുഡ് അക്സെപ്റ്റ് ചെയ്യും. ചിലത് ലൈഫ് ടൈം അക്സെപ്റ്റ് ചെയ്യില്ല. റൈറ്റ്, അതിനെ തുറന്നു വിടും. ഈ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ടിരുന്നു ബ്രീഡ് ചെയ്യിക്കുന്നു. രണ്ടാമത്തെ ജനറേഷൻ സെയിം ഇത് ചെയ്യുന്നു. 6-7 ജനറേഷൻ ആകുമ്പോഴേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ദാറ്റ്സ് എ ഡൊമസ്റ്റിക്കേഷൻ. അതല്ല ഇതിൻ്റെ വ്യത്യാസം, അത് മാത്രമല്ല എൻ്റെ വ്യത്യാസം. ഇതിൻ്റെ ഷേപ്പ് മാറുന്നു. നീണ്ട മുഖം പരന്ന മുഖമാകുന്നു. ഹോർമോണൽ പ്രൊഫൈൽ മാറുന്നു. ഡൊമസ്റ്റിക്കേഷൻ്റെ പാർട്ടാണത്. കംപ്ലീറ്റ് മാറുകയാണ്. അതായത് ഫേഷ്യൽസ് മോർഫോളജി മാറുകയാണ്. അങ്ങനെയാണ് നമുക്ക് പരന്ന മുകളിലുള്ള പട്ടികൾ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇറ്റ്സ് ദാറ്റ് മീൻസ് ദാറ്റ് ആക്സിസ് സെറിബ്രോ, ദാറ്റ് ഹോൾ ആക്സിസ് ഇസ് ട്വിസ്റ്റിംഗ്. ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ബിഹേവിയർ ചേഞ്ച് അല്ല. ഇറ്റ് ചേഞ്ചസ് യുവർ ഫിസിയോളജി, ചേഞ്ചസ് യുവർ അനാറ്റമി, മോഡിഫൈസ് എവറിത്തിങ്. ഓക്കെ, എലഫൻസിലത് നടക്കും. എലഫൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ എത്ര ലോങ് ലൈഫ് ടൈമുള്ളൊരു ആനിമലാണ്. എത്ര ജനറേഷൻസ് നിങ്ങൾ ബ്രീഡ് ചെയ്യണം. ഇത് ബ്രീഡിംഗ് ഒക്കെ നടക്കുന്ന ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫുള്ള ചിക്കനും പട്ടിക്കാണ്. നിങ്ങൾക്ക് 10 ജനറേഷൻ അതിന് പോറ്റാൻ പറ്റും, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആനയെ പറ്റുമോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ജനറേഷൻ കൊണ്ടുപോകണം. പക്ഷേ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ടൈഗറിനെ ടൈം ചെയ്ത്, ദാറ്റ് ഈസ് വൈ വി കോൾ ടൈം. ഇറ്റ്സ് നോട്ട് ഡൊമസ്റ്റിക്കേഷൻ. ഡൊമസ്റ്റിക്കേഷൻ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇറ്റ്സ് ബ്രീഡിങ് നിങ്ങൾ കൺട്രോൾ ആവുന്നതോടെയാണ് ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രീഡിങ് അതിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും നിങ്ങളുടെ കയ്യിൽ വരുന്നതോടെയാണ്. അതിൻ്റെ പശുക്കളിൽ ലാക്ടേഷൻ ആയിരിക്കും, കോഴിക്ക് ചിക്കൻ മീറ്റ് ആയിരിക്കും, ചിലത് മുട്ടയായിരിക്കും. ആ ട്രേറ്റ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ദാറ്റ് ഇസ് എ ഡൊമസ്റ്റിക്കേഷൻ പ്രോസസ്. ആ ട്രേറ്റ്സിനെ നമ്മൾ കൊണ്ടുവന്ന് നമ്മളുടെ പർപ്പസിലേക്ക് കൊണ്ടുവന്ന് ദാറ്റ്സ് വി ആർ കൺട്രോളിങ് ബ്രീഡിങ്. അതായത് 10 മുട്ടയിടുന്ന ഒരു കോഴിയെ നമ്മൾ കൂടുതൽ അന്യോന്യം ബ്രീഡ് ചെയ്ത് അത് അപ്പോൾ 50 മുട്ടയോ 100 മുട്ടയോ കൂടി ഒരു ട്രേറ്റ് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ ബ്രീഡ് ചെയ്ത് കൊണ്ടുവരണം. എലഫൻറ്റിന് നമ്മൾ എന്ത് ട്രേറ്റാണ് നമ്മൾ ബ്രീഡ് ചെയ്യാൻ എടുക്കുക? കൊമ്പിൻ്റെ സൈസോ ഇതിൻ്റെ സൈസോ എഴുന്നള്ളക്കത്തിൻ്റെ ഇത് നിൽക്കുന്നോ? വൈ? വിച്ച് ട്രേറ്റ് വി ഹാവ് ടു ചൂസ്? അങ്ങനത്തെ ഒരു ട്രേറ്റ് ഇല്ല. അവരുടെ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ട്രേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മാത്രം ലോങ് ജനറേഷൻ സ്പീഡ്സ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുമില്ല. But there's nothing called domestication of... There is no domestication of elephants. It is impossible. Only taming. Like you tame the tiger. About taming, is it right? Like in the sense you have all these elephants being paraded in the public space. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണോ ചോദിക്കുന്നത്? റൈറ്റ് ഓർ റോങ് എന്ന് ചോദിക്കുന്നത്? ഐ എം അഗെയിൻസ്റ്റ് ദാറ്റ്. എൻ്റെ വ്യക്തിപരം ഇതൊരു സോഷ്യൽ ചോദ്യമാണ്. ഞാനല്ല അതിന് ഉത്തരം പറയേണ്ടത്, സമൂഹമാണ് ഉത്തരം പറയേണ്ടത്, ഇല്ല പോളിസി മേക്കേഴ്സാണ് ഉത്തരം പറയേണ്ടത്. എന്നെ സംബന്ധിച്ചോളം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കിഷ്ടമല്ല. ബിക്കോസ് ഈ ടൈമിങ്ങിന്റെ ആസ്പെക്റ്റിൽ തന്നെ ഈ ആനയുടെ കാലുകളിലേക്ക് നോക്കുക, ഈ ടൈം ചെയ്യുന്ന ആനകളുടെ കാലിലേക്ക് നോക്കുക, നമുക്ക് ഒരുപാട് പാടുകൾ കാണാൻ കഴിയും. ഈ ടൈമിങ്ങിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇഞ്ചുറീസ് ഇങ്ങനെ നടത്തുന്നു എന്നൊരു അല്ല. ടൈമിംഗ് എന്നല്ല, നിങ്ങളെ ആനിമലിനെ എങ്ങനെ മെരുക്കുന്നു എന്നുള്ളതാണ്. അത് ടൈമിംഗ് നമുക്ക് ആക്കുവാണെങ്കിൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എലഫൻ്റെ കേസിൽ ഞാൻ പറയാം, ഡൊമസ്റ്റിക്കേഷൻ പറ്റില്ല, ടൈമിങ്ങേ പറ്റുള്ളൂ. അതിന് കൃത്യമായിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഞാനിത് ചെയ്തിട്ടില്ല വ്യക്തിയാണ്. ഐ കോട്ട് സെവറൽ വൈൽഡ് ആനിമൽസ്. എനിക്ക് ഒറ്റ മോർട്ടാലിറ്റി പോലും ഉണ്ടായിട്ടില്ല സക്സസ്ഫുള്ളായിട്ട്. ഇതിന് ഞങ്ങളുടെ ആ മെത്തേഡ് ഒരുപാട് അഡാപ്റ്റ് ചെയ്തു ആൾക്കാർ. ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയാണ്. 2 രീതിയിൽ നിങ്ങൾക്ക് ഒരു വൈൽഡ് ആനിമലിനെ മെരുക്കാം. ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്.
ഓക്കെ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സർക്കസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആനിമലിനെ അടിച്ച് എല്ലാവിധ ഭേദ്യങ്ങളും ചെയ്ത് അതിൻ്റെ മൊറൽ ഡൗൺ ആക്കി ഹി നോസ് ഈസ് ഗോയിങ് ടു ഡൈ സക്കും ചെയ്യാണ് നിങ്ങളെടുത്ത്. ദെൻ നിങ്ങൾ അതിനെ ടേക്ക് ഓവർ ചെയ്യണം, നിങ്ങൾ കൺട്രോൾ ചെയ്യണം ബൈ പേയിങ്, ബൈ ഇൻഫ്ലിക്റ്റിംഗ് ഫിയർ, ബൈ ഇൻഫ്ലിക്റ്റിംഗ് ഇൻസെക്യൂരിറ്റി. ദാറ്റ് ഈസ് നെഗറ്റീവ്. ഈസി. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വേറൊരു രീതിയുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഒരാനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ അപ്രിസിയേഷൻ ഞങ്ങൾക്ക് എല്ലാ വേൾഡിൻ്റെ പല ഭാഗങ്ങളിലും കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ നമ്മളെപ്പോഴും ദേഷ്യപ്പെടും. നമ്മളൊരു ആന കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രാൾ എന്ന് പറഞ്ഞ സാധനത്തിലിടുക. ഓക്കെ, 12 അടി × 12 അടി യൂക്കാലിപ്റ്റസ് ഉണ്ടാക്കുക. അങ്ങനെ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. എന്ന് പറഞ്ഞാൽ 4 വലിയ പില്ലേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് ഈ 2 പില്ലേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുക. കെട്ടൊന്നുമില്ല, ഒരു കെട്ടുമില്ല. അപ്പോൾ ആനയെ കയറ്റി നമ്മൾ അകത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാം മാറും. നമ്മൾ ഒരാളും നിൽക്കില്ല. ഓൺലി ഇതിൻ്റെ പാപ്പാൻ ആവാൻ പോകുന്ന ആൾ മാത്രം, അയാൾ മാത്രമേ നമ്മൾ നിർത്തുള്ളൂ. അവിടേക്ക് ആർക്കും പ്രവേശനമല്ല, ഇൻക്ലൂഡിങ് മീ. ഒരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവോ നോക്കോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ. ഞാൻ പോകില്ല. മസല കെട്ടിയിട്ട് 4 കാലം കെട്ടിയിട്ട് ആ പരിപാടിയില്ല. ഹുക്കില്ല ഞങ്ങളുടെ ക്യാമ്പിൽ, ഓൺലി ചെറിയൊരു വടി മാത്രമേ കയ്യിലുള്ളൂ. ഓക്കെ, ക്യാമ്പല്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇയാൾ മാത്രമായിരിക്കും. അപ്പം നമ്മൾ ഇയാളോട് പറയും, ഇയാൾക്ക് ആദ്യം ഇൻസ്ട്രക്ഷൻ കൊടുക്കും ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇയാൾ പറയും, നമ്മൾ ആദ്യം പറയും സംസാരിക്കാൻ പറയും. അപ്പോൾ ഇയാളിങ്ങനെ ആനയോട് സംസാരിക്കും. ആനയെ അങ്ങനെ ഒരു പേരൊക്കെ ഇട്ടുണ്ട്, അപ്പോൾ പേര് വിളിക്കും. അങ്ങനെ ഇതിങ്ങനെ ശ്രദ്ധിക്കും, ഇയാളെങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, വോക്കൽ കോൺടാക്റ്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നു, ഇത് ഇയാൾ കുറേ പറയുന്നത്, കുറച്ച് കരിമ്പ് കൊടുക്കും, ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ ഇയാൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇയാൾ എനിക്ക് ഭക്ഷണം തരുന്നു, എന്നോട് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ആനിമൽ റെസ്പോണ്ട് ചെയ്യും, ആനിമൽ മൂളും. അപ്പോൾ ഞാൻ ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പല ആനയോട് നിങ്ങൾ സംസാരിച്ചാൽ അത് മൂളും. അവിടെ മെമ്മറി ഇല്ല. യെസ്, ഓക്കെ. അത് നമ്മൾ കൂട്ടി കൊണ്ടിരുന്നു. കൂട്ടിക്കൊടുപ്പോൾ അകത്ത് കയറാൻ പറ്റില്ല. ഇതിനകത്ത് കിടക്കാം, ആനിമലിന് കിടക്കാം, നിൽക്കാം. ഒരു മറ്റേ ഇതിൽ നിന്ന് കുളിപ്പിക്കുന്നു, ഹോസ് വെച്ച് കുളിപ്പിക്കുന്നു, ഹോസ് വെച്ച് വെള്ളം കൊടുക്കുന്നു, ഫീഡ് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് സ്വീറ്റായിട്ട് കൊടുക്കുന്നു, ഇത് നമ്മൾ കരിമ്പ് പൊട്ടിച്ച് കൊടുക്കുന്നു. പിന്നെ സെക്കൻഡ് ഫേസ് നമ്മൾ തൊടുന്നു. ഓക്കെ, ഹിയറിങ് കഴിഞ്ഞു, ടച്ച്. അപ്പം എല്ലാം ചപ്പുകൊണ്ട് തട്ടും. ഇതിങ്ങനെ അകത്തേക്ക് കയറാണ്ട് ചപ്പുകൊണ്ട് തട്ടും. അപ്പോൾ ആനിമൽ ഒരു സുഖമുള്ള സംഭവമാണ്. ആനിമൽ നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ സ്ക്രബ് ചെയ്യും, ഇങ്ങനെ ചകിരി കൊണ്ട് ഇത് ചെയ്യും, വെള്ളം വെച്ചിട്ട് ചകിരി കൊണ്ട് കഴുകും. അപ്പോൾ ടച്ച് വരുമ്പം ബോണ്ടേജ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയാണ്. ഓക്കെ, ഇങ്ങനെ ഇവർ തമ്മിലുള്ള ബോണ്ടേജ് കൂട്ടിക്കൊണ്ടിരിക്കുക ചെയ്യും. ഈ ഫേസിൽ തീരെ ഭേദ്യമില്ല. ഇത് ഒരു ബോണ്ട് കൂട്ടുന്നു, ഭക്ഷണം കൊടുക്കും. പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റിലേക്ക് പോകും. കോൺസെൻട്രേറ്റ് ടേസ്റ്റാണ്. ഇത് ഗോതമ്പ് മറ്റേ ഇതെല്ലാം കൂടെ ചേർത്ത് ചെറുപാരെല്ലാം കൂടെ പുഴുങ്ങി ഇച്ചിരി ഉപ്പും വെച്ച് കൊടുക്കുമ്പോൾ ഇറ്റ്സ് എ ടേസ്റ്റി ഫുഡ്. ഈസ് എൻജോയ്സ് എ ഫുഡ്. ഓക്കെ, ഈ ബോണ്ട് കൂടി വരുന്നു. അടുത്ത വർഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവർ നമ്മളെ ബോണ്ടേജ് കൂടുന്നു, ഇവരെ ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നു. അപ്പം പേടി മാറി, കുറേശ്ശെ ബോണ്ടിങ് വന്നു തുടങ്ങി. ദെൻ സെക്കൻഡ് ഫേസിലാണ് നമ്മളെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനിടയ്ക്കൂടെ കഴിയിടും. ഞാൻ പറയല്ലേ, ഇടയ്ക്കൂടെ കഴിയിട്ടിട്ട് ഇയാൾ ഇറങ്ങും ഇതിനകത്ത്. അപ്പം അടുത്തായി, കുറച്ചുകൂടെ അടുത്തായി. മറ്റത് ഇയാൾക്ക് വേണേൽ ആനിമൽ മാറാൻ പറ്റും. ഇവിടെ നിന്നിട്ട് ഇയാൾ സ്ക്രബ് ചെയ്യുന്നു, ആനിമലിൻ്റെ പേര് വിളിക്കുന്നു, ചെറിയ കാല് പൊക്കാൻ പറയുന്നു. കുറച്ചുകൊണ്ട് കാല് പൊക്കാൻ പറയുന്നില്ല, മെല്ലെ തട്ടി കൊടുക്കും, കാല് പൊക്കും, ഒരു കരിമ്പ് കൊടുക്കും. അവിടെ റിവാർഡ്സ് കൊടുക്കുന്നു. ഇതിന് പാവ്ലോസ് എക്സ്പെരിമെൻ്റ് ആണ്. ഇത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. സെയിം. ഇത് കണ്ടീഷൻ ചെയ്ത് ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് ഇവർ തമ്മിൽ തിക്ക് ബോണ്ടിങ് ആയി. ഇത് ശരിക്കും എങ്ങനെയാണ്, സ്നേഹം കൊണ്ടാണ് ഇല്ലെങ്കിൽ ഹെൽപ്ലെസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ബോത്ത്. അത് കഴിഞ്ഞാൽ മുകളിലൊരു കയറ് കിട്ടും. ഈ കയറിലൂടെ പിടിച്ച് ഇയാൾ ആനയുടെ പുറത്തൂടെ നടക്കും. അപ്പോൾ നമുക്കറിയാം, ആനിമൽ വേണമെങ്കിൽ ആനിമലിന് കുലുക്കിയിടാം, തുമ്പി കൊണ്ട് പിടിക്കാം. ഹൈ റിസ്ക് ആണ്. ഫൈനലി നമ്മൾ ഈ കഴ ഇത്രയും വെട്ടിയിട്ട് ഇയാൾ അതിനകത്ത് ഇറങ്ങുകയാണ്. ഇറ്റ്സ് എ ക്രൂഷ്യൽ പോയിന്റ്. ആ സമയത്ത് ഞങ്ങളെല്ലാം ഉണ്ടാവും. കാരണം പറഞ്ഞാൽ എന്ത് വേണേൽ സംഭവിക്കും. ഹി ഗോസ് ഇൻ. അയാൾ ഇറങ്ങുന്നു, ആനയെ വിളിക്കുന്നു. നമ്മൾ പിടിച്ചിട്ടുണ്ടാവും അയാളെ, പിന്നെ പെട്ടെന്ന് വലിച്ചിട്ടും. ഡെത്ത് ഗെയിമാണ്. അങ്ങനെ അയാളിപ്പം മിക്ക എലഫൻസും വളരെ കാമായിരിക്കും. ഫെമിലിയാരിറ്റി ഉണ്ട്. അങ്ങനെ അറിയാം, അവൻ തിരിയുന്നു, നിൽക്കുന്നു, കൊമ്പിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. പിന്നെ ഇയാൾ കൂട്ടിലകത്ത് കയറിയിട്ടാണ് കുളിപ്പിക്കലും. ഈ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇതിനോട് സംസാരിക്കുമെന്ന്. ഇതിനൊരു സയന്റിഫിക്കലി നോക്കുമ്പോൾ ഇതിന് നമ്മുടെ ഭാഷ മനസ്സിലാകില്ല. വേണ്ട, നിങ്ങളുടെ ശബ്ദം മതി. ഓക്കെ, എക്സാക്ട്ലി. നിങ്ങൾ ഡോഗ് നിങ്ങളെ മലയാളം മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ അനുസരിക്കുന്നത്?
ഇപ്പോ ഇത് ആക്രമിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് ആദ്യം പറഞ്ഞ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യാം, പോസിറ്റീവില് നമ്മൾ ഈ സംസാരിക്കുന്ന രീതി കൊണ്ടാണോ അതോ വാക്കുകൾ കൊണ്ടാണോ, എന്താണ് ശബ്ദത്തിൽ നമുക്ക് ശരിക്കും ആനയോട് നമ്മൾ വളരെ ചൂടായിട്ട് സംസാരിക്കുന്നതും കാമായിട്ട് സംസാരിക്കുന്നതും തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ വാക്കുകൾ അറിയാൻ പറ്റും, വാക്കുകൾ അതിൻ്റെ ഡെപ്ത്, അതിൻ്റെ എന്താ പറയുക ടോൺ, വടവ ഹ്യൂമൻ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുമോ? ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് എനി നിങ്ങൾ ഈവൻ ഏറ്റവും because we come from a land where it is said that ഒരു ആനയ്ക്ക് ഗോഡ്ലി ഒരു ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞൊരു ഒരു ഭയങ്കര ഒരു ഹൈ പെഡസ്റ്റലിൽ വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്യാൻ താല്പര്യമില്ല. ഐ ബിലീവ് ഇൻ ഫിസിയോളജി ആൻഡ് ഐ ബിലീവ് ഇൻ സയൻസ്. ഓക്കെ, സോ ഇൻ ദറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു പട്ടി വേണ്ട, നിങ്ങൾ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്, നിങ്ങൾ ഒരു പട്ടി നിങ്ങൾ ഓടിക്കാന്ന് വെച്ചാൽ നിങ്ങൾ നോക്ക്, പരിണാമം വായിച്ചിട്ടുണ്ടോ? MP നാരായണപിള്ളയുടെ ഒന്ന് വായിച്ചു നോക്കൂ, ഭയങ്കര രസമാണ്. അയാൾ ഭയങ്കര ഭംഗിയായിട്ട് പട്ടി ആനിമൽ ബിഹേവിയർ പറയുന്നുണ്ട്. നിങ്ങൾ ആനിമൽ നിൽക്കട്ടെ, ആദ്യം നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന വരുന്ന ആൽഫ മെയിലായിരിക്കും. ഓക്കെ, ഹി ലീഡ്സ് എ പാക്ക്. നിങ്ങൾ അനങ്ങാണ്ട് സ്റ്റബേൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഹി ഗെറ്റ് എ ക്ലൂ, ഇയാളുടെ അടുത്ത് എൻ്റെ ഇത് വില പോവില്ല, അവൻ ബിഹേവിയർ മാറ്റും. ഓക്കെ, കുറച്ചുകൂടി ഇതാവും, അഗ്രസീവ് ആവും, നോക്കും, പല്ല് കാണിക്കും, നിങ്ങൾ അനങ്ങാണ്ട് നിൽക്കൂ. ഓക്കെ, കുറച്ചുകൂടെ കഴിയുന്നു, നിങ്ങളുടെ ഡോമിനൻസ് അതിന് ഫീൽ ചെയ്യും. ഇതിനൊന്നും ശബ്ദം വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളുടെ പോസ്ചർ മാത്രം. ഇതിൻ്റെ ടൈഗറും ചെയ്യുന്നു, നിങ്ങൾ തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ അടിക്കുന്നു, നിങ്ങൾ സ്റ്റാൻഡ് സ്റ്റിൽ ചെയ്യുന്നു, ഹൈറ്റ് ആവുന്നു, ഈസ് എ മാൻ, സംതിങ് ഈസ് എ ത്രെറ്റ് ടു മീ. ഇതിന് വേറെ ഇത് വേണ്ട, ലാംഗ്വേജ് വേണ്ട, ഇവൻ ലാംഗ്വേജ് പോലും വേണ്ട, ബോഡി പോസ്ചർ മതി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മതി. ഈവൻ നിങ്ങളുടെ സ്മെല്ല് പോലും മേ ബി നിങ്ങളുടെ ഫെറമോൺസ് പോലും മാറുന്നുണ്ടാവുമായിരിക്കും. പേടിയിലിപ്പം നിങ്ങളുടെ സ്മെല്ല് മാറുമായിരിക്കും. ദേ ക്യാൻ ജഡ്ജ് ഇറ്റ്, ദേ ഹാവ് മോർ പെർസെപ്ഷൻ. മനസ്സിലായോ? സോ നമ്മുടെ കാറ്റ് ബിഹേവിയർ വലിയ ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഡോമിനൻറ്റ് ബുൾസ് എന്ന് വളരെ കാമാണ്, വളരെ കാം എന്ന് പറഞ്ഞാൽ ജെൻറ്റിലാണ്. ഒരിക്കലും ഒരു ആൾക്കാർ ടോപ്പ് ബെസ്റ്റ് കുങ്കീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ദേ ആർ ജെൻറ്റിലാണ്, ജെൻറ്റിൽമാൻ. അതൊരു മക്കന നിങ്ങളുടെ അടുത്ത് വരികയാണ് അൺപ്രഡിക്റ്റബിൾ. ഞാൻ പറയില്ല മറ്റേ പ്രമുഖയുടെ കേസ്. സോ ദർ ആർ ലോട്ട് ഓഫ് ബിഹേവിയർ ചേഞ്ചസ്. സോ ദേ ക്യാൻ ഓൾസോ ജഡ്ജ് യുവർ ഫിയർ, ദേ ക്യാൻ ജഡ്ജ്. എനിക്കത് വളരെ ഇതാ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിൽക്കുന്ന ആനയുടെ ഫ്രണ്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ഹി സെൻസ് യു ആർ ഡോമിനൻറ്റ്, കെയർഫുൾ, ഹാൻഡിൽ ഹിം കെയർഫുൾ. അതേ നിങ്ങൾ വിറച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ വിൽ ചാർജ്. നിയമത്തിന്റെ കാര്യത്തിൽ തന്നെ താങ്കൾ നേരത്തെ പറയുകയും ചെയ്തു, മാൻ ഈറ്റർ എന്ന് ഡിഫൈൻ ചെയ്യാൻ ലോയിൽ ചില സാധനങ്ങൾ പറയുന്നുണ്ട്. അതായത് 2 മനുഷ്യർ എന്തോ കഴിച്ചിരിക്കണം, വയറിൽ ഇത്ര മീറ്റ് ഉണ്ടായിരിക്കണം. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇല്ല, അത് സി ഒരാളെ കഴിക്കുമ്പോഴാണല്ലോ നമ്മൾ മാനീറ്റർ ആണ് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ല, നിയമപ്രകാരം മാൻ ഈറ്റർ ആണ് രണ്ട് ഇതിന്ന് നിർബന്ധമില്ല. നമുക്ക് പറയാൻ പറ്റുമോ? നമുക്കൊരു മനുഷ്യൻ്റെ വാല്യൂ അയാൾ ഇനി അടുത്ത ആളുടെ പോട്ടെ എന്നിട്ട് ഞാൻ ഇറങ്ങാം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അടുത്ത ആളുടെ വാല്യൂ ജീവനും വാല്യുബിൾ അല്ലേ? അല്ലല്ല, എന്റെ ചോദ്യം ഒരു ടൈഗറിന്റെ മാൻ ഈറ്റർ എന്ന ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ അങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ത്രെറ്റ് ടു ഹ്യൂമൻ ഉള്ളതാണ് സിറ്റുവേഷൻ. But how do you decide an animal is a man eater? You said there are man eaters who only go for... മെയിൻലി ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് സ്റ്റോക്ക് ചെയ്യപ്പെടുന്നു, ആൾക്കാർ സ്റ്റോക്ക് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇപ്പം നിങ്ങളൊരു ഗ്രാമത്തിൽ ഒരു കടുവ ഇറങ്ങി നിങ്ങൾ ഒരുപാട് പേര് തടഞ്ഞു വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡിഫറെൻറ്റ്. ഇത് വ്യക്തമായിട്ട് നിങ്ങളെ പുറകെ സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് വയ്ക്കാതെ സാധനം ഇതാണ്. ഒരാളെ കഴിച്ചതിന് ശേഷം, ഒരാളെ കഴിക്കുമ്പോഴാണല്ലോ മാനേജറാണ് നമുക്ക് പ്രൂവ് ആവുന്നത്, അല്ലാണ്ട് പറ്റില്ലല്ലോ. ആൾ കാണുമ്പോൾ ഓ ഇയാൾ മാനേജറാന്ന് നമ്മൾ പറയില്ലല്ലോ. ഫസ്റ്റ് ഹണ്ടിങ് കഴിഞ്ഞു, സെക്കൻഡ് ഇത് ഈ സെയിം ടെൻഡൻസി ഓഫ് ബിഹേവിയർ കാണും, അപ്പോഴേക്കും നമ്മൾ വിജിലൻ്റ് ആവും. ഹോൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഹോൾ ക്രൂ, ഹോൾ സ്റ്റാഫ് ഇസ് ദർ. ക്യാമറ ഡിപ്ലോയ് ചെയ്യുന്നു, മറ്റേ ഡ്രോൺസ് പറത്തുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ആൾക്കാർ എവിഡൻസ് എടുക്കുന്നു, പക്മാർക്ക് എടുക്കുന്നു. ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പറേഷൻ. അവിടെ ഒരു മറ്റേ എന്താ പറയുക വാർഫുട്ടിലാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്നു, കൃത്യമായിട്ട് ഇത് വരുന്നു. ഈ കേരളത്തിലെ ടൈഗറിനെ കമ്പയർ ടു ടൈഗർ ആൻഡ് എലിഫന്റ് അറ്റാക്സ്, ലെപ്പേർഡ് അറ്റാക്സ് കൺസിഡറബിളി കുറവാണ്. അത് കുറവാണോ അതോ കുറവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണോ? അല്ല, കുറവാണ്. ലെപ്പേർഡിൻ്റെ കാര്യം തന്നെ, ലെപ്പേർഡ് ഇസ് ഹൈലി അഡാപ്റ്റീവ്, ഏറ്റവും സുന്ദരമായിട്ട് അഡാപ്റ്റീവ്. ഞാൻ ഏകദേശം 100ഓളം ലെപ്പേർഡിന് ഞാൻ മയക്കുവെടി വെച്ച് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒരു 3/4% എവിടെയാണെന്നറിയോ? നഗരങ്ങളിലാണ്. കോഴിക്കോട് ടൗൺ, കണ്ണൂർ, വടകര, ഈവൻ തിരൂർ പുലിമുട്ടിൻ്റെ ഉള്ളിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. പുലിമുട്ട് ഏത് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന പുലിമുട്ട്.
പുലിമുട്ടിലൊക്കെ പോയി ഇത് എന്താ കഴിക്കുക, എന്താ എന്ത് കഴിച്ചിട്ടാ ജീവിക്കുക? അപ്പം സിറ്റികളിൽ കോഴിക്കോട് കല്ലായി അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരേ സ്ഥലത്ത് തന്നെ ഞാൻ 4 ലെപ്പേർഡിനെ പല ടൈമിലായിട്ട് പിടികൂടിയിട്ടുണ്ട്. ഒരു പഴയ ഒരു ക്ലേ ഫാക്ടറിയാണ്, ഒരു അടഞ്ഞു കിടക്കുന്ന, അതായത് കല്ലായി പുഴയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ക്ലേ ഫാക്ടറി. അപ്പോൾ അതൊരു ഭയങ്കര ഇൻട്രിഗ്യൂയാണ്. പുലി എന്ന് പറഞ്ഞാൽ ഹൈലി ആണ്. ബാംഗ്ലൂർ സിറ്റിയിൽ പുലിയുണ്ട്, പല സ്വിയേജസിലും ഉണ്ട്. ഓക്കെ, നിങ്ങൾ അറിയാത്ത പല സ്ഥലങ്ങളും. പുലി ഈസ് എ ഹൈലി അഡാപ്റ്റബിൾ സ്പീഷീസ്. അപ്പം മെയിൻലി പുലി ഡിപ്പെൻഡ് ചെയ്യുന്ന ചെറിയ പ്രേയാണ്. അതായത് വലിയ കാട്ടുപോത്തിലൊന്നും പുലിക്ക് പിടിക്കാൻ പറ്റില്ല. കാട്ടുപോത്ത് പിടിച്ച പുലിയെ കണ്ട് നോക്കുമ്പോൾ റേബീസാണ്, പേവിഷബാധയാണ്, പോയിട്ട് അറ്റാക്ക് ചെയ്താണ്. സോ ചെറിയ ചെറിയ ബാക്കിൻ ഡിയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ലെപ്പേർഡും മറ്റേ സ്പോട്ടഡ് ഡിയറും വലുതിനൊന്നുമില്ല, ചെറുതിനെ ഒക്കെ പിടിച്ചിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇയാൾ അധികം നിൽക്കുന്നത് ഈ എസ്റ്റേറ്റ് പോലുള്ള സ്ഥലങ്ങളിലാണ്. ഇത് ടി എസ്റ്റേറ്റ്, അവിടെയൊക്കെ ചെറിയ ചെറിയ ആനിമൽസ് ഒരുപാടുണ്ടാവും. എസ്പെഷ്യലി കൂരമാൻ പോലുള്ള, ബാർക്കിംഗ് ഡിയർ പോലുള്ള ഇഷ്ടംപോലെ ആനിമൽ അവിടെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നല്ല കാട്ട് കയറി കഴിഞ്ഞാൽ അവിടെ വേറെ ആളുണ്ട്. ഏത്? അപ്പെക്സ് പ്രെഡേറ്റർ, ടൈഗർ. അവിടെ നിൽക്കില്ല. അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഒരു സമയത്ത് നമുക്ക് നോക്കുമ്പം ലെപ്പേർഡിൻ്റെ ഫോട്ടോഗ്രാഫാണ്. ഞങ്ങൾ ടൂറിസ്റ്റുകൾ കാട്ടിൽ പോകുമ്പോൾ അവർ ആനിമലിനെ കണ്ട ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇത് തരും, ഇത് കാണിച്ചു തരും. അപ്പോൾ ഞങ്ങളത് ഇത് പ്രിൻ്റ് എടുക്കും. അവർ പണ്ടൊക്കെയാണ് പ്രിൻ്റ് തരും, ഇല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ കോപ്പി എടുത്ത് വെക്കും. അപ്പോൾ ഒരു സമയത്ത് നോക്കുമ്പോൾ ഒരുപാട് ലെപ്പേർഡിൻ്റെ, പോകുന്നവർക്കെല്ലാം ലെപ്പേർഡിൻ്റെ ഫോട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും പറഞ്ഞ ലെപ്പേർഡ് പോപ്പുലേഷൻ എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ട്, സൂക്ഷിക്കണം, എന്താ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഫോട്ടോസ് എല്ലാം നിരത്തി വെച്ച് നോക്കുമ്പോൾ ഒറ്റ പാറ്റേൺ പ്രൊഫൈലായിരുന്നു വരുന്നത്. എല്ലാ ഫോട്ടോയും ലെപ്പേർഡ് എവിടെയാണ്? മരത്തിൻ്റെ മുകളിൽ. ഓക്കെ, ലെപ്പേർഡ് താഴെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കിട്ടണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ ക്യാമോഫ്ലാഷിംഗ് ആണ്, നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണേ ഭയങ്കര. ഇതെല്ലാം മരത്തിൻ്റെ മുകളിലുകൊണ്ടാണ് ഇവർക്ക് കിട്ടി. എന്തുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ? അവിടെയാണ് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ആഫ്രിക്കയിലെ മോഡൽ. ആഫ്രിക്കയിൽ ലയണും ഉണ്ട്, ലെപ്പേർഡും ഉണ്ട്. ലെപ്പേർഡ് ഈ സാധനത്തിൽ പിടിച്ച് കഴിഞ്ഞാൽ നേരെ കയറുക മരത്തിൻ്റെ മുകളിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ടോപ്പ് പ്രിഡേറ്റേഴ്സ് ഒക്യുപ്പൈഡ്, താഴെ നിൽക്കുക. ലയണിന് കയറാൻ പറ്റില്ല. ഇവിടെ ടോപ്പ് പ്രിഡേറ്റർ കയറിയതോടെ ഇവൻ്റെ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ മാറി. യു ഗോ ടു ടോപ്പ്, സോ ദാറ്റ് പീപ്പിൾ ഗെറ്റ് മോർ ഫോട്ടോസ്. ടൈഗർ പക്ഷെ കയറാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? റെയറായിട്ട് കയറാൻ പറ്റില്ല. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വ്യത്യാസമുണ്ട് ടൈഗറിൻ്റെ. ഫ്രണ്ടിലേക്ക് കയറാൻ പറ്റില്ല, ഇത് വെച്ചിട്ട് കയറാൻ പറ്റില്ല. അതാണ് സംഭവിക്കുന്നത്. അതേ സമയത്ത് പുറത്തുള്ള കാടുകളിൽ, ചെറിയ കാടുകളിൽ, ടി എസ് ഒരുപാട് സുഖമായിട്ട് സ്നീക്കി നിൽക്കാം. ഇത് നഗരങ്ങളിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കാട്ടിൽ നിന്നുള്ള പുഴ വരുന്നത്. ഈ പുഴയ്ക്ക് ഒരു എക്കോളജി ഉണ്ട്, റിപ്പയറിങ് എക്കോളജി എന്ന് പറയും. അപ്പം എന്ന് പറഞ്ഞാൽ പുഴ സാധാരണ ഇത്ര സ്ഥലം നമ്മൾ കയ്യേറാറില്ലല്ലോ. റിപ്പയറിങ് എക്കോളജി ഉണ്ട്. ഈ റിപ്പയറിങ് എക്കോളജിയുടെ പാർട്ടായിട്ട് ചെറിയ 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 ഇതുണ്ട്, മൊയലുകൾ, ഈ സാധനങ്ങളുണ്ട്. ഇവൻ ഇവിടെ കയറും, ആ പുഴയുടെ തുടക്കത്തിൽ അവിടെ കുറച്ചു കാലം സെറ്റിൽ ചെയ്ത് അവിടെ അടിക്കും. അപ്പോൾ തീരും, റിസോഴ്സ് തീരും. അപ്പോൾ എന്ത് ചെയ്യും? അടുത്ത സ്ഥലത്തേക്ക് മാറും. അങ്ങനെ മൂവ് ചെയ്ത് എല്ലാ പുഴകളും എവിടെ എത്തുക? കടലിൽ. എല്ലാ പുഴ കടലിനും ചെയ്തെടുത്ത് എന്താ ഉണ്ടാവുക? നഗരം അല്ലേ? പുഴ കടലെടുത്ത് ചെയ്താണ് സിറ്റീസിൽ നിൽക്കുന്നത്. വടകരയായാലും കണ്ണൂരായാലും കോഴിക്കോടായാലും എവിടെ കടൽ, കൊച്ചി ആയാലും അവിടെ തീർന്നു, അവൻ്റെ മൂവ്മെൻറ്റ് തീർന്നു. പിന്നെ അവിടെയുള്ള റിസോഴ്സ്, അതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ പുലിമുട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്ന ക്രാബിനെയാണ്. ഞണ്ടിനെ മാത്രം കഴിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പുലിയാണ്. ഞണ്ടിനെ മാത്രം. അത് എത്രയോ കാലമായിട്ട് പുള്ളി നിൽക്കണം. ഒരാൾ ഒരു ഫിഷർമാൻ ഇങ്ങനെ പോകുമ്പോഴാണ് ആൾ കാണുന്നത് ഈ ഇതിനിടയിൽ കൂടെ മടയിൽ കൂടെ ഒരാളിങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് ആൾ അറിയുന്നത്. ഇന്നും ഭയങ്കര പാനിക്ക്. സോ ഹൈലി അഡാപ്റ്റബിൾ ആണ്. സോ ദേ കെൻ ലീവ്. അപ്പം ഇവിടെ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ പട്ടിയുണ്ട്, ഇത് കല്ലായി ഏരിയയിൽ. അപ്പം ഇവൻ പട്ടിയടിക്കാം രാത്രി. ഈ പഴയ പൊളിഞ്ഞ ബിൽഡിങ്ങിൻ്റെ അതിനൊരുപാട് ഉള്ളറകളൊക്കെ ഉണ്ട്. ഇത് ഈ പഴയ പോഴ്സ്ലൈൻ ഫാക്ടറിയിൽ അവിടേക്ക് ഇരിക്കും. പകൽ വരും, പട്ടി അടിക്കും. പട്ടിയുടെ പരിപാടി വരുമ്പോൾ ആൾക്കാർ പറഞ്ഞു പട്ടി പോയല്ലോ, ഇവിടെയുള്ള സ്ട്രേ ഡോഗ്സ് എല്ലാം പോയല്ലോ, ഇയാളാണ് അടിക്കുന്നത്. ആരും അറിയുന്നില്ല. വൺ ഫൈൻ ഡേ ഹി വാസ് എക്സ്പോസ്ഡ്. പട്ടി കുറയുന്നു, പുള്ളിക്ക് ഏരിയ കൂടേണ്ടി വരുന്നു, കാണപ്പെടുന്നു. ആൾക്കാർ ഓടിക്കുന്നു, പിടിക്കുന്നു, നമ്മൾ വരുന്നു, മയക്കൊടിച്ച് പിടിക്കുന്നു. അത് ലെപ്പേർഡ് ഈസ് ഹൈലി അഡാപ്റ്റഡ്. ലെപ്പേർഡ് അറ്റാക്കും വളരെ കുറവാണ്, എക്സെപ്റ്റ് ഇൻ സം പ്ലേസസ് ലൈക്ക് ലാസ്റ്റൊക്കെ നടന്ന് നമ്മളെ ഇവിടെയുള്ള തമിഴ്നാട് അവിടെയുള്ള ചില സ്ഥലങ്ങളിൽ. പക്ഷേ വാൽപ്പാറയിൽ. പക്ഷേ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ പൂനെ പോലുള്ള സ്ഥലങ്ങളാണ്, അവിടെ എന്ന് പറഞ്ഞാൽ പ്രേ പോപ്പുലേഷൻ ഇല്ല. കാടുണ്ട്, പ്രേ ഇല്ല. എല്ലാത്തിനും ആൾക്കാർ ഷാപ്പിട്ടു, പ്രേ ഇല്ല. അങ്ങനെ ചോദ്യം കൂടി വേറെ സമയമില്ലാത്തതുകൊണ്ട്
ഈ അരിക്കൊമ്പൻ ഫാൻസിന്റെ ഒരു സൈക്കോളജി ഇല്ലേ, അതിന് ഡോക്ടർ എങ്ങനെയൊന്ന് അനലൈസ് ചെയ്യും? സൈക്കോളജി അല്ല, നല്ല രീതിയിൽ തെറി കേട്ടിട്ടുണ്ട്, ഒരുപാട് ഭീഷണി വന്നിട്ടുണ്ട്, കൊല്ലുന്നു പറഞ്ഞിട്ടുണ്ട്. ആര് ഒന്നും പറയാത്ത എൻ്റെ ഫാമിലി ഒരുപാട് തെറി, എൻ്റെ മക്കളെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ശരിക്കും ആനയോടുള്ള സ്നേഹം തന്നെയാണോ? ആയിരിക്കാം, അതായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നതാണ്. ഒരു എമ്പതി ഉണ്ടാവുകയും അതിനെ ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് ഒരാളുടെ വലിയൊരു കഴിവായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇന്നത്തെ കാലത്ത് ഇത് അന്യോന്യം വെറുക്കുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന സ്ഥലത്ത് ഒരു മൃഗത്തിനോട് ഇത്രയും സ്നേഹം തോന്നുകയും ഞാൻ ഒരുപാട് പേര് കണ്ട്. ഈ പട്ടിക്ക് ചോറ് കൊടുക്കുന്നൊക്കെ ഒരുപാട് ആൾക്കാർ സ്ത്രീകളെ കണ്ട്. ഒരു സ്ത്രീ, അത് വളരെ രസകരമാണ്, കൊല്ലത്തുള്ളൊരു വയസ്സായ കുറച്ച് പറയണം, എൻ്റെ മോനെ എന്ന് വിളിക്കും, മോനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതിന് തിരിച്ചു കൊണ്ടുവരണം, മോന് പറ്റുമെന്ന് ചോദിക്കും. കരഞ്ഞുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്, വളരെ ഇമോഷണലായിട്ട്. ഞാനൊക്കെ ആദ്യൻ്റെ ഉള്ളിൽ ചിരി വരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര അവരെ ആ വിഷമം കണ്ടപ്പോൾ ലാസ്റ്റ് അവർ പറയാം, അവർ ഏതോ ഒരാളിൽ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവരെ സ്വർണ്ണമാല ഊരി വിറ്റിട്ടൊക്കെ പൈസ കൊടുത്തു. അവർ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് പുറത്തിറക്കി വിട്ടു. അവരോട് പറഞ്ഞ കഥയാണ്. അതായത് ഈ ആനിമലിനോട് സ്നേഹം മൂത്തിട്ട് ആകെ പാവപ്പെട്ട ആൾക്കാരാണ് മാല എടുത്ത് വിറ്റിട്ട്. കുറേ ആൾക്കാർ പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന് വരാം, ഡൽഹിയിൽ പോയിട്ട് ഞാൻ പ്രൈം മിനിസ്റ്റർ കൊണ്ടുവന്ന് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുത്തു. അവരതുകൊണ്ട് പോയി. ഇവരെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിലൊന്നും അവർക്ക് കംപ്ലൈൻ്റ് ഇല്ല. മോനെ നീ എന്നേലും എനിക്കൊന്ന് തിരിച്ചുകൊണ്ടുവരാം. എവിടെയുണ്ട് ഇപ്പൊ അരിക്കൊമ്പൻ? അപ്പർ കോതയാറുണ്ട്, വളരെ കൃത്യമായ ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. തമിഴ്നാടിൻ്റെ കയ്യിലാണ് ഒബ്സർവേഷൻ. അല്ല, തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്ഥലത്ത്, പലരും പറയുന്നുണ്ട്. അല്ല, തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് നല്ല ഒരുപാട് കിലോമീറ്റർ ദൂരെയാണ്. അത്രയൊന്നും ചെറിയ ഡിസ്റ്റൻസിലൊക്കെ തിരിച്ചു വന്ന കഥകളുണ്ട്. കർണാടകയിലൊക്കെ തിരിച്ചു വന്ന കഥകളുണ്ട്. പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിപ്പം വളരെ അഡാപ്റ്റഡ് ആണ്. ലേറ്റസ്റ്റ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വളരെ അഡാപ്റ്റഡ് ആണ്. ഹേർഡിൻ്റെ കൂടെയാണ് ബ്രീഡ് അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മീറ്റിംഗ് അടക്കം നടന്നിട്ടാണ് തോന്നുന്നത്. ഹേർഡിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അല്ല സാർ പറഞ്ഞില്ലേ ഹാബിച്വൽ ആയിട്ടൊരു രീതിയിൽ പോയത്, അവിടെ ചെന്നാലും അത് കാണിച്ചിരുന്നു. ആദ്യം 2-3 വീഡിയോകളൊക്കെ പൊളിച്ചു. സി, റിസോഴ്സസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അരിക്കൊമ്പൻ്റെ കേസ് ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, മൂന്നാറിലെ റിസോഴ്സസ് അല്ല അവിടെ ഉള്ളത്. ഓക്കെ, വയനാട്ടിലുള്ള കോൺഫ്ലിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഹാബിച്വൽ കോൺഫ്ലിക്റ്റ് ആനിമലാണ്. കാരണം they have resource but they prefer to go for this for different reasons. അരിക്കൊമ്പൻ്റെ കേസ് മേ ബി റിസോഴ്സിൻ്റെ സ്കാസിറ്റി ആയിരിക്കാം. ഇതെല്ലാം പ്ലാന്റേഷൻസ് ആണ്. കോഫി ഉണ്ട്, മുകളിൽ ടീ ഉണ്ട്, താഴെ ഇതുണ്ട്. ആകെ അതിന് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ട്സേ ഉള്ളൂ. നല്ല റിസോഴ്സ് കിട്ടി കാണുമായിരിക്കും, മേ ബി അഡാപ്റ്റ് ചെയ്തുമായിരിക്കും. ഓക്കെ, യെസ് യെസ്. ഈ പൊറോട്ടയും ചിക്കനും ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ആനകളെ പറ്റി നമ്മൾ ഉണ്ട്. അതിനെ എങ്ങനെയാണ്, ആ ഒരു ഫുഡ് ഹാബിറ്റിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് മാത്രമല്ല, ഒരുപാട് ട്രെൻഡുള്ള ഇതുണ്ട്. ചിക്കൻ ഇടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ ആടിനെ ഇടിച്ചു കൊടുക്കുക. ആടിനെ ഇങ്ങനെ എങ്ങനെ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൽ പൊടിയാക്കി ലേഹ്യം കൊടുക്കുന്നതുണ്ട്. എനിക്കതിനോട് താല്പര്യമില്ല. ബിക്കോസ് ബേസിക്കലി ഇറ്റ്സ് എന്താ പറയുക, പ്ലാന്റ് ബേസ്ഡ് ഹെർബിവോർ ആയിട്ടുള്ള ഒരു ആനിമലാണ്. അതിൻ്റെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് തന്നെ ടേസ്റ്റ് ഒരു വലിയ ഇതാണ്. ഉപ്പ്, രസം, ടേസ്റ്റ്, ആനിമൽ നല്ല സെൻസ് ഓഫ് ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ്നെസ് ഭയങ്കര ഇതാണ്. നാച്ചുറലി ഇത് കിട്ടുമ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാണ്. അല്ലാണ്ട് ഇതൊരു ഫുഡായിട്ട് ചൂസ് ചെയ്യല്ല.